بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى صدق الله العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيته على المصطفى المختار خير البرية واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه സമാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ പവിത്ര ധന്യമായ റഹ്മത്തിൻ്റെ രാവുകളിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലൈൽ ആസ്പദമാക്കി നാം ആരംഭിച്ച നമ്മുടെ ഈ സദസ്സ് വലിയ ഒരു ആത്മീയ സമ്മേളനത്തോടെ നാളെ സമാപിക്കും. നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം സൂറത്തുൽ ലൈലിൽ നിന്നു ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി കുറച്ച് ആയത്തുകൾ കൂടി പറയാനും പഠിക്കാനുമുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠനം
നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു ഭാഗമാക്കി മാറ്റി ചുരുങ്ങിയ ഒരു സമയം എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വിധം നാം ഓരോരുത്തരും നീക്കി വെക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ അന്തസ്സത്ത അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ഭംഗിയും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത്. ഖുർആനിൻ്റെ അന്തർധാര അടിയൊഴുക്കുകളൊക്കെ മനസ്സിലാക്കി നിസ്കരിക്കുന്ന ഒരാൾ ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും ആശയം അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടുള്ള ഖിറാഅത്ത് അതേറ്റവും മധുരമേറിയതാണ്. പിന്നൊരു വഴിയിലേക്കും അവൻ്റെ മനസ്സ് ചലിക്കാത്ത വിധം പിടിച്ചുകെട്ടാനുള്ള നല്ലൊരു കഴിവ് അല്ലാഹു തആല അവന് നൽകും. ആ രൂപത്തിൽ ഖുർആനിൻ്റെ അർത്ഥതലങ്ങൾ തപസ്സിരുന്ന് പഠിക്കണം. നമ്മുടെ പഠന ക്ലാസ്സുകളിലൊക്കെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം അതാണ്. ഒരു സൂറത്ത് ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ ആവർത്തിച്ച് നാം അത് കേൾക്കണം. വീണ്ടും വീണ്ടും അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് ആശയങ്ങൾ നമുക്ക് പഠിക്കാനും പകർത്താനും പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. എത്ര പഠിച്ചാലും എഴുതിയാലും പറഞ്ഞാലും ആർക്കും തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ ആശ്രയ സ്രോതസ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നിലനിർത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒന്ന് എഴുതി തീർക്കാൻ കഴിയുന്ന ഒരു വിഷയം അല്ല വിശുദ്ധ ഖുർആൻ. പറഞ്ഞു തീർക്കാനും കഴിയുന്ന ഒരു സംഗതിയല്ല. പറയുന്നവർ ഒരൽപ്പം പറയുന്നു, എഴുതുന്നവർ അല്പം എഴുതി പാകത്തിൽ മതിയാക്കുന്നു. തഫ്സീറുകളെല്ലാം അങ്ങനെയാണ്. എല്ലാ തഫ്സീറുകളും ലോകത്ത് ഗ്രഹിച്ചവരാണ് വിശുദ്ധരായ സ്വഹാബ. അവര് അടുത്ത തലമുറക്ക് കൈമാറിക്കൊടുത്ത വ്യാഖ്യാനങ്ങളാണ് പിന്നീട് ഗ്രന്ഥങ്ങളിലായി ക്രോഡീകരിക്കപ്പെട്ട രീതിയിൽ നമുക്ക് ലഭിച്ചത്. താബിയുകളും തബഉ താബിയുകളും എഴുതിയ വിശുദ്ധ ഖുർആൻ, അതിന്റെ തഫ്സീർ, ഇന്നും നിലവിലുള്ള തഫ്സീറുകളൊക്കെ ഒരുമിച്ച് കൂട്ടി മുഴുവനായും പറയാൻ കഴിയുമോ? ഇല്ല. കാരണം അത്രയും വിശാലമാണ്. ഞാൻ ആമുഖമായൊരു കാര്യം പറയുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ പഠനം യഥാർത്ഥത്തിൽ എത്തുന്ന ഒരു ചെറിയ തലം ഓതുമ്പോൾ മനസ്സിരുത്തി അർത്ഥം ഗ്രഹിച്ചു ഓതാനുള്ളൊരു കഴിവാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എല്ലാവരും ഉയരണം. അതിനെന്താ മാർഗം? ഒരു ദിവസം കുറഞ്ഞ നേരം നീക്കി വെച്ച് മനസ്സുണർന്നുകൊണ്ട് ശരിക്ക് കേട്ട് പഠിക്കണം. ഖുർആനിന്റെ തഫ്സീർ എടുക്കുന്ന ഒരു ക്ലാസ് അരമണിക്കൂറാണെങ്കിലും ഒരു മണിക്കൂറാണെങ്കിലും ശ്രദ്ധാപൂർവം ഇരുന്ന് കേട്ട് കാര്യങ്ങൾ ഗ്രഹിക്കണം. ഒരു മുതഅല്ലിമിന്റെ റോളിൽ ഇരുന്ന് പഠിക്കുക എന്നർത്ഥം. മുതഅല്ലിമിന്റെ റോളിൽ ഇരുന്ന് പഠിക്കുന്ന ആള് പഠനത്തിന്റെ എല്ലാ അദബുകളും പരിഗണിച്ചാണ് പഠനം നടത്തുന്നത്. ഒരു വഅദ് കേൾക്കുക, പ്രഭാഷണം കേൾക്കുക എന്ന ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു പക്ഷേ ഉപകരണം ഒരു ഭാഗത്ത് കുത്തിച്ചാരി വെച്ച് നമ്മളൊരു മറ്റൊരു ഭാഗത്ത് ചാരിയിട്ടോ ചെരിഞ്ഞിട്ടോ അല്ലെങ്കിൽ മലർന്നിട്ടോ വിശ്രമത്തിലേക്ക് നീങ്ങുന്നുണ്ടാകും. അപ്പൊ ഉറക്കം വരാൻ നല്ല സുഖാണ്. പെട്ടെന്ന് ഉറക്കം ലഭിക്കും. ഒരു വഅദ് അങ്ങനെ കേട്ടു തുടങ്ങിയാൽ മതി, അത് ഉറങ്ങാനുള്ള വഅദായി മാറും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇരുന്ന് മനസ്സുണർന്ന് ശരീരവും ഉണർന്ന് ഖുർആനിന്റെ മുന്നിൽ തപസ്സിരുന്ന് പഠിക്കുക. ഖുർആൻ പഠനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ദിവസം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ സമയം ചെലവഴിക്കുക. എന്നിട്ട് ചെറിയ ചെറിയ അധ്യായങ്ങളൊക്കെ, നിസ്കാരത്തിൽ ഓതുന്ന അധ്യായങ്ങളൊക്കെ നമ്മൾ കറക്റ്റായി അതിന്റെ അവതരണ പശ്ചാത്തലങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയ നിധികളും ഗനികളുമൊക്കെ അല്പമെങ്കിലും നമ്മളെ കൽബിലേക്ക് നമ്മൾ സ്വായത്തമാക്കുക. എന്നിട്ട് അതിങ്ങനെ ഓതുമ്പോ നമ്മളെ കൽബിൽ അതിന്റെ ആശയങ്ങൾ ഇങ്ങനെ വരണം. ഇമാം ഓതുകയാണെങ്കിൽ മഅ്മൂം ആ ആശയത്തിലൂടെ അങ്ങനെ ചിന്തിച്ചു പോകണം.
ഭക്തി ലഭിക്കാൻ ഉള്ള സുന്നത്തുകളിൽ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് തദബ്ബുറുൽ ഖിറാഅ. അതെന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് വേണ്ടേ? എന്നാ അത് കിട്ടുക? അതിന് നമ്മൾ ഒരുങ്ങണം, നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. ഇമാം ഇപ്പൊ വെള്ളിയാഴ്ച രാവിലെ സബ്ബീസ് ഓതുകയാണെങ്കിൽ, ഹൽ അത്താക ഹദീസുൽ ഗാശിയ സൂറത്ത് ഓതുകയാണെങ്കിൽ ഈ കേൾക്കുന്ന ആള് ഓതാൻ പാടില്ല. അയാൾ ഓതുന്നത് കറാഹത്താണ്. സബ്ബീസ്മ എനിക്കൊരു ഉസ്താദ്, എങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഞാനും കൂടെ ഓതുന്നുണ്ട്, കൂടെ ഓതാൻ പറ്റൂല. അയാൾ കേൾക്കണം. കേൾക്കുന്ന എന്തിന്? അർത്ഥം ചിന്തിച്ചുകൊണ്ട് കേൾക്കണം. അതിന് അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന ഒരു ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ ചിന്തിച്ച് ആ അൽ അഅല എന്നതിന്റെ വിവിധ രൂപങ്ങൾ താഴെ വരുന്നു. അല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർഅ ഫജഅലഹു ഗുസാഅൻ നഹ്വാ. പിന്നെ തൊട്ടടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് വരുന്നു, സനുഖ്രിഉക ഫലാ തൻസ. ഓരോന്നും നമ്മൾ മനസ്സിരുത്തി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിസ്കാരത്തിൽ അതിന്റെ ഭക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും. ആ ഒരു ഖിയാമിൽ ഒരു പ്രത്യേക അവസ്ഥയിലെങ്കിലേക്കെങ്കിലും നമ്മൾ അങ്ങനെ ഉയർന്നു വരണം. ദിക്റുകളുടെ അർത്ഥങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാം. ഖുർആൻ ഇരുന്ന് തപസ്സിരുന്ന് നന്നായി പഠിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മുതഅല്ലിമിന് ലഭിക്കുന്ന, ആലിമിന് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യം അതാണ്. നിസ്കാരത്തിൽ അവന് ഭക്തി സ്വരൂപിക്കാനും കേന്ദ്രീകരിക്കാനും വലിയ ഒരു കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് ഖുർആനിന്റെ അർത്ഥം ചിന്തിക്കുന്നതാണ്. മനസ്സ് നന്നാകാനും 5 മാർഗങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചപ്പോൾ അതിൽ ആദ്യമായി എണ്ണിപ്പറഞ്ഞത് തിലാവത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആനോത്ത്. അത് നമ്മുടെ മനസ്സിന്റെ കറകൾ നീക്കും. ഒരു സന്ദേഹവും ആ വിഷയത്തിലില്ല. അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആനോത്ത്. അർത്ഥം ചിന്തിച്ച് ഓതുന്നവരെ കേട്ടാൽ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിനൊരു മാറ്റം ഉണ്ടാകും. അർത്ഥം ചിന്തിച്ച് ഓതുന്ന ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ഒരാള്, ആ ഇമാം അർത്ഥം ചിന്തിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഒരായത്ത് തന്നെ ഒരുപാട് തവണ ആവർത്തിക്കുന്നു. എത്ര തവണയാണ് മഹാന്മാരും മഹദിമാരും ആവർത്തിച്ചത്? അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുന്ന സമയത്ത് ഉബൈദ് ബിൻ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹദിയുടെ വീടിന്റെ അടുത്തുകൂടെ ഞാൻ അങ്ങനെ പോവാണ്. അസ്മാ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ ഉള്ളിൽ ഖുർആൻ ഓതാണ്, സൂറത്തു തൂർ ഓതിയിട്ട് ഞാൻ പോകുമ്പോഴുള്ള ആയത്ത് തന്നെയാണ് തിരിച്ചു വരുമ്പോൾ ഓതുന്നത്. ഞാൻ മദീന സൂക്കിൽ പോയി വാങ്ങേണ്ടതൊക്കെ വാങ്ങി അതേ വഴിക്ക് തിരിച്ചു വന്നപ്പോഴും ഒരായത്താണ് തർദീദ്, മടക്കി മടക്കി ഓതുന്നത്. എത്രയും അങ്ങനെ മടക്കി ഓതാൻ പറ്റുമോ? അർത്ഥം ചിന്തിക്കുന്നവർക്ക് എത്രയും മടക്കി ഓതാം. 1 മണിക്കൂർ ഓതിയവരുണ്ട്, ഒരു രാത്രി മുഴുവനും ഓതിയവരുണ്ട്, പകലിൽ തന്നെ 4-5 മണിക്കൂർ ഒരു ആയത്ത് തർദീദ് ചെയ്ത് ഓതിയവരുണ്ട്. അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ആശയങ്ങളിലേക്ക് മനസ്സ് വെച്ചുകൊണ്ട് മഹദി ഓതുന്നത് എന്താണ്? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. സ്വർഗീയസ്ഥരായ ആളുകൾ സ്വർഗത്തിൽ സന്തോഷം കൊണ്ട് പങ്കുവെക്കുന്ന ഒരു അഭിമുഖ സംഭാഷണമുണ്ട്. സ്വർഗക്കാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുന്നൊരു വർത്തമാനമുണ്ട്. ആ വർത്തമാനത്തിലെ ഒരു വരിയാണത്, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തു. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തു. ഈ അനുഗ്രഹത്തിന്റെ കട്ടിയും കനവും വിവരിക്കാൻ കഴിയില്ല. വവഖാനാ അദാബസ്സമൂം. വവഖാനാ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിച്ചു. അദാബസ്സമൂം, വിഷലിപ്തമായ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിച്ചു. അല്ലെങ്കിലോ സൂചിയുടെ പഴുതുപോലെ ശരീരത്തിന്റെ ഓരോ തുരുമ്പിലേക്കും ഓരോ രൂമക്കൊത്തുകളിലേക്കും തുളച്ച് കയറുന്ന ശിക്ഷ, അതിനാണ് സമൂം എന്ന് പറയുന്നത്. 2 അർത്ഥതലങ്ങൾ ആ വാക്കിനുണ്ട്, രണ്ടും റെഡിയാണ്. സൂചിപ്പഴുതിലും
ഉള്ളിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലേക്കും തുളച്ചു കയറുന്ന ശിക്ഷയാണ് നരകശിക്ഷ. നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ചു. ഈ ആയത്ത് ഓതുന്നത് സഹോദരങ്ങളെ മണിക്കൂർ നേരം ആവർത്തിച്ചുകൊണ്ടാണ്. മഹാനവർകൾ ഉബൈദ് ബിൻ ഹംസ റളിയല്ലാഹു അൻഹു തിരിച്ച് ആ വീട്ടുമുറ്റത്തൂടെ പോകുമ്പോ വീട്ടിന്റെ ഉള്ളിൽ ഓതുന്ന അസ്മാ റളിയല്ലാഹു അൻഹ ആ ആയത്ത് നിർത്തി അടുത്ത ആയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഒരേ ആയത്താണ് ഓതുന്നത്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമുക്ക് നൽകിയ ഭാഗ്യം, സ്വർഗ്ഗക്കാര് പരസ്പരം അഭിമുഖമായി സംഭാഷണം നടത്തി സന്തോഷം പറയുന്ന വർത്തമാനത്തിൽ നിന്നുള്ളൊരു വാക്ക് സൂറത്തു തൂറിലുള്ള ആ ഒരു വചനം അവരെ മനസ്സിൽ വല്ലാതെ ഇടം പിടിച്ചു. അതങ്ങനെ ആവർത്തിച്ച് ഓതുകയാണ്. ആ സമയം മുഴുവനും അവരെ മനസ്സിലയിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആനിലാണ്. സഹോദരങ്ങളെ, അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതിയാൽ മനസ്സിന്റെ കീടങ്ങൾ മുഴുവനും നശിപ്പിക്കാൻ കഴിയും. മാനസിക രോഗങ്ങൾക്ക് വലിയ സമാധാനം കിട്ടും. മനസ്സിന്റെ രോഗം ഏറ്റവും ചീഞ്ഞളിഞ്ഞ രോഗങ്ങളില്ലേ, അഹന്തയും അഹംഭാവവും അഹങ്കാരവും തുടങ്ങിയ അസൂയയും തുടങ്ങിയ രോഗങ്ങൾ, ആ രോഗങ്ങൾക്കുള്ള വലിയ ശിഫ ആണ് ഖുർആൻ അർത്ഥം ചിന്തിച്ച് ഓതുന്നത്. ഞാൻ അതിന്റെ മേഖലകളിലേക്ക് കടക്കുന്നില്ല. ബാഹ്യതലത്തിലുള്ള ഓപ്പറേഷൻ നിർവഹിച്ചവരും ഉണ്ട് ഖുർആനോത്ത് കേട്ടിട്ട്. ബാഹ്യതലത്തിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന മേജർ ഓപ്പറേഷൻ ഇല്ലേ, അത്തരത്തിലുള്ള ഓപ്പറേഷൻ ഒരു ഗുളികയും കൊടുത്ത് ശരീരത്തെ മയക്കാതെ, ഒരു ഇഞ്ചിറ്റ് ചെയ്ത് ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് തരിപ്പ് നൽകാതെ വിശുദ്ധ ഖുർആനിന്റെ വിസ്മയത്തിൽ ഓപ്പറേഷൻ നടത്തിയിട്ട് കാല് മുറിച്ചു മാറ്റിയ മഹാരഥന്മാരും ഉണ്ട്. ഖുർആനിൽ അവരെ ശരീരം മനസ്സിലയിച്ചതുപോലെ അവരെ ശരീരത്തിന്റെ രോമങ്ങളും തൊലികളും മജ്ജയും മാംസവും ഒക്കെ ലയിച്ചു ചേർന്നു. വേദന അശേഷം അറിയാത്ത രൂപത്തിലുള്ള ഓപ്പറേഷൻ. എത്രമാത്രം പരിശുദ്ധ ഖുർആനുമായി അവർക്ക് ആത്മബന്ധമുണ്ടാകണം. ഞാൻ ആമുഖമായി സമാപനത്തിൽ ഇത് ഓർമ്മപ്പെടുത്തുന്നത് സഹോദരന്മാരോടും സഹോദരിമാരോടും ഒരു 3 ദിവസത്തെ ചുരുങ്ങിയ സമയത്തുള്ള ഈ ഒരു കേൾവി കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിച്ചു എന്ന് പറയാനായിട്ടില്ല. ധാരാളം പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആവർത്തിച്ച് നമ്മൾ പഠിക്കണം, പഠനങ്ങൾ നടത്തണം. ഖുർആനിന്റെ പ്രഭാഷണങ്ങളും ഖുർആനിന്റെ വാളുകളും നന്നായി കേട്ട് പഠിക്കണം. നല്ല നല്ല പണ്ഡിതന്മാരുടെ ക്ലാസുകൾ നമുക്കിന്ന് ലഭിക്കുന്നത് എളുപ്പമാണ്, കേട്ട് പഠിക്കുന്നത് സുഖമാണ്. ആഴ്ചയിൽ നടക്കുന്ന ഖുർആൻ പഠന ക്ലാസുകളുണ്ട്. ശരിയായ നിലക്ക് തഫ്സീർ നോക്കി ക്ലാസ് എടുക്കുന്ന നല്ല ഉലമാഇന്റെ ക്ലാസ് ഉണ്ട്. ഏതെങ്കിലും ഒന്നില് നമ്മളെ ശരീരത്തൊന്ന് അഡ്മിറ്റ് ചെയ്ത് ഒന്ന് ഇരുന്ന് തപസ്സിരുന്ന് കേട്ടിങ്ങോട്ട് പഠിക്കും. ആ ആയത്ത് ഇങ്ങനെ നമ്മൾ കാർ ഓടിക്കുമ്പോഴും നമ്മൾ യാത്രക്ക് പോകുമ്പോഴും നമ്മൾ വിൽപ്പന നടത്തുമ്പോഴും നമ്മളെ മനസ്സിൽ ഇങ്ങനെ മാറി മറിയണം. അതിന്റെ ആ അർത്ഥം, അതിന്റെ ആ ആശയം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം. ആ ആയത്തങ്ങോട്ട് വരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം, ഇമാമ് ഓതുമ്പോഴും കേൾക്കാൻ വല്ലാത്തൊരു ഹരം. സഹോദരങ്ങളെ, അത് ആവർത്തിച്ചു വരുമ്പോ പരിശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധം നമുക്ക് വർദ്ധിക്കും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെല്ലാവരും ആ രൂപത്തിലുള്ള നമ്മുടെ കഴിവുകളും ഒഴിവുകളും ഉപയോഗപ്പെടുത്തണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു തആല സൂറത്തുൽ ലൈലിലൂടെ വല്ലാതെ നമ്മെ എല്ലാവരെയും ഒന്ന് വാൺ ചെയ്യുകയാണ്. ചെറിയ രൂപത്തിലല്ല, വലിയ താക്കീദിന്റെ സ്വരത്തിൽ ഹിദായത്തിന്റെ മാർഗങ്ങളും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിഷയങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു പറയുന്നു, ഫഅൻദർതുകും നാറൻ തലല്ലാഹ്, ഫഅൻദർതുകും നാറൻ തലല്ലാഹ്.
നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ, നല്ല രൂപത്തിൽ നടന്നാൽ സ്വർഗത്തിലേക്കുള്ള തൗഫീഖ് അല്ലാഹു തരും. അതേ തെറ്റിയ മാർഗത്തിൽ നടന്നാൽ നരകത്തിലേക്കുള്ള പരാജയത്തിന്റെ മാർഗങ്ങളും തുറന്നു തരും. രണ്ടും ഈ ദുനിയാവിലുണ്ട്. എന്നിട്ട് അല്ലാഹു വാൺ ചെയ്യുന്നത്, അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച പടപ്പുകളിൽ വളരെയധികം ഭീകരമായ, കേട്ടാലും അറിഞ്ഞാലും അനുഭവിച്ചാലും എല്ലാവരും പേടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നരകം. ആ നരകത്തെയാണ് അല്ലാഹു തആല വാൺ ചെയ്യുന്നത്. ഫഅൻദർതുകും നാറൻ തലല്ലാഹ്, കത്തിജ്വലിക്കുന്ന നരകം. നാറൻ തലല്ലാഹ്, കത്തിജ്വലിക്കുന്ന നരകം. ജ്വാലകൾ അവസാനിക്കുന്നില്ല. നരകത്തിന്റെ തീജ്വാലകൾക്ക് അവസാനമുണ്ടോ? ഇല്ല. ശമനം ഉണ്ടോ? ഇല്ല. ഡിഗ്രിക്ക് കുറവുണ്ടോ? ഇല്ല. എപ്പോഴും ഒരേ ലെവലിൽ അത് ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാണ് നാറൻ തലല്ലാഹ്. ഇവിടെ എത്ര വലിയ അഗ്നികുണ്ഡം നിങ്ങൾ നിർമ്മിച്ചാലും, രാജ്യത്തുടനീളം അതിനു വേണ്ടി സ്ഥലങ്ങൾ തയ്യാറ് ചെയ്താലും, കുറച്ച് സമയം കഴിയുമ്പോൾ അതിന്റെ ഡിഗ്രി കുറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ചാരമായി പോകും. അതിന്റെ ചൂട് കുറഞ്ഞു പോകും. അതേ സമയത്ത് ചൂടിന്റെ ഡിഗ്രിക്ക് കുറവില്ല, ജ്വാലകൾക്ക് കുറവില്ല, തീപ്പൊരികൾക്ക് ശമനമില്ല. എല്ലാം ഒരേ ലെവലിൽ സദാസമയത്തും നിലനിൽക്കുന്ന ഒരു മഹാലോകം, അതാണ് നരകം. നരകത്തെയാണ് അല്ലാഹു തആല മുന്നറിയിപ്പ് തരുന്നത്. ഫഅൻദർതുകും നാറൻ തലല്ലാഹ്. ഈ നരകം അല്ലാഹു തആല കത്തിച്ച് തുടങ്ങുന്നതാണോ? അല്ല. നരകം കത്തിക്കപ്പെട്ട രീതിയിൽ, മൂർച്ച കൂടിയ രീതിയിലല്ലേ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. നരകത്തെ കത്തിച്ച് പരുവപ്പെടുത്തിയത് സഹോദരങ്ങളെ 3000 വർഷമാണ്. 3000 വർഷം കത്തിച്ച് പാകപ്പെടുത്തിയ നരകമാണ് നരകം. നാറുല്ലാഹിൽ മൂഖദാ. കത്തിച്ച് തുടങ്ങുന്നതല്ല, പരലോകത്ത് എത്തിയ ശേഷം കത്തിച്ച് റെഡിയാക്കി വെച്ച നരകമാണ്. 3000 കൊല്ലം കത്തിച്ച് പാകപ്പെടുത്തിയ നരകം. അതിന്റെ ചൂടോ സാധാരണ ഒരു ചൂടല്ല. ആ ചൂടിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നാറുക്കും ജുസുഉം മിൻ 70 മിൻ നാരി ജഹന്നം. ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീ, ആ തീ നിങ്ങൾ കത്തിക്കുന്നത് വിറക് കൊണ്ടാണെങ്കിലും, യന്ത്രം കൊണ്ടാണെങ്കിലും, സ്ഫോടനം കൊണ്ടാണെങ്കിലും, പീരങ്കി കൊണ്ടാണെങ്കിലും, അതേ വേറെ ഏത് രൂപത്തിലാണെങ്കിലും, എന്ത് മരുന്ന് കത്തിച്ചിട്ടാണെങ്കിലും, ജുസുഉം മിൻ 70 മിൻ നാരി ജഹന്നം, നരകത്തിന്റെ തീയിന്റെ 70ൽ ഒരംശമാണ് ദുനിയാവിലുള്ള മൊത്തം തീ. ദുനിയാവിലുള്ള മൊത്തം തീ, മൊത്തം തീ കൂട്ടിക്കോളൂ. ഏതെല്ലാം രൂപത്തിലുള്ള തീകളുണ്ട്, ഏതെല്ലാം രൂപത്തിലുള്ള അഗ്നികളുണ്ട്. ആ അഗ്നി മുഴുവനും 70ൽ 1 മാത്രമേ ഉള്ളൂ. ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ? താപനില ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വലിയ ചൂടുള്ള അടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് എത്രമാത്രം സഹിക്കും സഹോദരങ്ങളെ? ചൂടില്ലാത്ത അടുപ്പിനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തേ കാരണം? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഈ ദുർബല ശരീരത്തിന്. എന്നാൽ അല്ലാഹു തആല പറയുന്നത് 1% മാത്രമേ ഇവിടത്തെ ചൂടുള്ളൂ, ഇവിടത്തെ തീയുള്ളൂ. കട്ടിയിലും കനത്തിലും ചൂടിലും ഒക്കെ അത്രയേ ഉള്ളൂ. ബാക്കി 69 ഡിഗ്രി നരകത്തിലുണ്ട്. നരകത്തിലുള്ള ചൂടിനെ അല്ലാഹു താക്കീത് ചെയ്യുന്നത്, നരകത്തിലേക്ക് പോകുന്നവരാകരുത്. ലാ യസ്ലാഹാ ഇല്ലൽ അശ്ഖല്ലദീ കദ്ദബ വതവല്ലാ. ലാ യസ്ലാഹാ, ആ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇല്ലൽ അഷ്ഖാ, പരാജിതനല്ലാതെ. കൊടും പരാജിതൻ ആരാണെന്ന് ഞാൻ തഫ്സീർ വായിക്കാം. അല്ലദീ കദ്ദബ വതവല്ലാ.
അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി അള്ളാഹുവിനെ നിഷേധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും നൽകിയത് മുഴുവനും നിരാകരിച്ച് വതവല്ല, അതൊന്നും സ്വീകരിക്കാതെ അവന്റെ വഴിക്കങ്ങോട്ട് ജീവിച്ചു, മാറി ചിന്തിച്ചു. അല്ലാഹു തആല പറഞ്ഞ മാർഗം ഉൾക്കൊള്ളാതെ തെന്നിമാറി ജീവിച്ച പരാജിതൻ കൊടും പരാജിതനല്ലാതെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. സഹോദരങ്ങളെ, ആയത്തിന്റെ അർത്ഥതലങ്ങൾ കേൾക്കുമ്പോ ഒരു പക്ഷേ ചിന്തിച്ചേക്കും, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞത് അവിശ്വാസികളെ സംബന്ധിച്ച് മാത്രമാണ് എന്ന്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. മഹാന്മാരായ ഖുർആൻ മുഫസ്സിറുകൾ 2 ലെവലും അവിടെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളിലും ഉണ്ട് ഒരു വിഭാഗം, മുഅ്മിനീങ്ങളിലും ഉണ്ട്, മുസ്ലിങ്ങളിലും ഉണ്ട് ഒരു വിഭാഗം, മുവഹിദീങ്ങളിലും ഇല്ലേ ഒരു വിഭാഗം നരകത്തിൽ പോകുന്നവര്. നരകത്തിന്റെ ആ ഫസ്റ്റ് തട്ട് അത് ദോഷികളായ മുവഹിദീങ്ങൾക്കല്ലേ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്തിനാ ഇത് ഇങ്ങനെ ഉണർത്തുന്നത്? മാറി ചിന്തിക്കാനാണ്. നരകത്തിലേക്ക് കാരണമാകുന്ന രീതിയിലുള്ള ഒന്നും വേണ്ട. അതിനാണ് നരകത്തെ വാൺ ചെയ്ത് പറഞ്ഞത്. നരകത്തിന് സബബാകുന്ന എന്തെങ്കിലും ഉണ്ടോ, ഈ സമയം മാറ്റണം, മാറ്റിയേ പറ്റൂ. നരകത്തിന് കാരണമാകുന്ന ഒരു സ്വഭാവം മതി, ഒറ്റ സ്വഭാവം. ഒറ്റ സ്വഭാവം കൊണ്ട് തന്നെ നരകത്ത് പോയിട്ടില്ലേ? ഉണ്ട്. ഒറ്റ സ്വഭാവം, ഒറ്റ ദുൽമ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒറ്റ ദുൽമ കൊണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. മുൻഗാമികളിൽ ജീവിച്ച ഒരു സഹോദരി എല്ലാ നിലക്കും നല്ല ഉഷാറാണ്. പക്ഷേ ഒരു സ്വഭാവം ആ പെണ്ണിന് നരകത്തിൽ പോകാൻ കാരണമായി. എന്താ കാരണം? ഒരു പൂച്ചയെ കെട്ടിയിട്ടു, ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, കെട്ടയിച്ചു വിടാതെ പട്ടിണി കിടന്ന് അതങ്ങ് മരിച്ചു. ആ ഒരൊറ്റ കാരണം ആ പെണ്ണ് നരകത്തിലേക്ക് പ്രവേശിച്ചു. ദഖലത് ഇംറഅത്തുൻ ഫീ ഹിറ. ഒരു പൂച്ചയാണ്, പൂച്ചയുടെ വിഷയാണ് ആ പെണ്ണ് നരകത്തിൽ പോകാൻ കാരണം. വേറെ ഒരു സബബുമില്ല, വേറെ ഒന്നുമില്ല. അപ്പൊ അത്ര മതിയോ എന്ന് ചോദിച്ചാൽ അത്ര മതി. അതുകൊണ്ടാണ് ഈ വാണിംഗ് ചെറുതല്ല, ഈ താക്കീത് ചെറുതല്ല. നമ്മൾ മാറേണ്ട രൂപത്തിൽ നിന്നൊക്കെ മാറണം. നരകത്തിന്റെ കാരണമായിട്ട് പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും സഹോദരങ്ങളും സഹോദരിമാരും മാറി ചിന്തിക്കണം. ഈ ആയത്ത് കുറച്ച് ഗൗരവം നിറഞ്ഞ ആയത്താണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഗ്രിബ് നിസ്കരിച്ചപ്പോൾ വല്ലൈലി സൂറത്ത് ഓതിയിട്ട് ഫഅൻദർതുക്കും നാറൻ തലല്ലാഹ് എന്ന ആ ഭാഗം എത്തിയപ്പോൾ പിന്നെ പൂരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. കരച്ചിൽ വന്നു. ബാക്കിയുള്ള ഭാഗം ഓതാൻ കഴിഞ്ഞില്ല. അതവിടെ നിർത്തിയിട്ട് വേറെ ഒരു സൂറത്ത് പകരം ഓതി എന്നാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് നരകത്തിന്റെ തീജ്വാലയെ പറ്റി. ഓർക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് നരകം എന്ന് പറയുന്നത്. വല്ലാത്ത ഒരു സംഭവമാണ് നരകം എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ വേളയിൽ അത്ഭുതത്തോടെ നിന്ന ഒരു രംഗം ആ നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിനെ കണ്ടിട്ടാണ്. ബാക്കിയുള്ള ഭാവങ്ങളിലൊക്കെ തങ്ങളങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. മാലിക് അലൈഹിസ്സലാമിനെ, നരകം കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിനെ കണ്ടപ്പോ തങ്ങൾ വല്ലാത്തൊരു നോട്ടം നോക്കി. വല്ലാത്തൊരു നിർത്താണത്. കാവൽ നൽകുന്നത് ഒരു സാധാരണ സംഗതിക്കല്ലല്ലോ. തങ്ങളൊന്ന് സലാം പറഞ്ഞു, സലാം മടക്കി, ഒന്ന് ചിരിച്ചു നോക്കി, ചിരിച്ചില്ല. തിരിച്ചു ചിരിച്ചില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരാണിത്? മാലിക്കുൻ ഖാസിനുന്നാർ, നരകം കാക്കുന്ന മലക്കാണ്. മാലിക് അലൈഹിസ്സലാമാണ്. സലാം പറഞ്ഞു അവിടുന്ന്, സലാം പറഞ്ഞു. മടക്കിയോ? മടക്കി. അവിടുന്ന് ചിരിച്ചോ നബിയെ? ചിരിച്ചു. പക്ഷേ തിരിച്ച് ചിരി ഉണ്ടായില്ല. തങ്ങളോട് ചിരിച്ചില്ലേ? ലാ യൽഹഖു ഇലാ അഹദിൻ അബദാ. ചിരിക്കുമായിരുന്നെങ്കിൽ, ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തങ്ങളോടായിരുന്നു. ഇനി ആരോടും ഒരു കാലത്തും അങ്ങനൊന്നും പ്രതീക്ഷിക്കണ്ട.
ചിരി അറിയാത്തത് കൊണ്ടാണ് കാവൽ നിൽക്കുന്ന നരകത്തിനല്ലേ. തങ്ങളെ ബഹുമാനിക്കാത്തോണ്ടല്ല, കാവൽ നിൽക്കുന്ന നരകത്തിനല്ലേ. അതിന്റെ ഭയാനകതയിൽ ഉൾപ്പെട്ടിട്ടാണ് ചിരി വരാത്തത്. നരകം പടച്ച അന്നു മുതൽ ചിരിക്കാത്ത മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം. നരകത്തിന്റെ ഭയാനകത ആലോചിച്ചുകൊണ്ട് വല്ലാത്തൊരു സംഗതിയില്ല. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഗ്രിബ് നിസ്കാരത്തിൽ ഇങ്ങനെ കരച്ചിലിങ്ങനെ ശക്തി കൂടി വന്നപ്പോ നിയന്ത്രണം വിട്ടുപോകുമോ എന്ന് കണ്ടപ്പോ അവിടെ നിർത്തിയിട്ട് ഫഅൻദർതുക്കും നാറൻ തലല്ലാ, ആ ആയത്തങ്ങ് ഓതിയിട്ട് കത്തിജ്വലിക്കുന്ന നരകം, അത് വല്ലാത്ത ഒരു സംഗതിയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും അധികം കാവൽ ചോദിക്കുന്ന ഭയാനകമായ ലോകം. ഒരു ചെറിയ ചൂട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ദുർബല ശരീരങ്ങളാണ് നമ്മൾ. തണുപ്പും കൂടുതൽ നമുക്ക് പറ്റില്ല, ചൂടും പറ്റില്ല. ഈ ആളുകളല്ലേ സഹോദരങ്ങളെ എങ്ങനെ തിമിർത്താടുന്ന കണ്ടിട്ട് അത്ഭുതം തോന്നുകയാണ്. ഇങ്ങനെ ഒക്കെ ലക്കും ലഗാനൊക്കെ വിട്ടിങ്ങനെ നടക്കുന്ന കണ്ടിട്ട് അത്ഭുതം തോന്നുകയാണ്. ഒരു ചൂട് അത് ഉൾക്കൊള്ളാൻ കഴിയൂല, തണുപ്പ് അധികമായാൽ അതും ഉൾക്കൊള്ളാൻ കഴിയൂല. ഏതാ ഉൾക്കൊള്ളാൻ പറ്റിയൊരു ശരീരം ഉള്ളത്? എന്നിട്ട് പിന്നെയും പിന്നെയും ആ നരകത്തിലേക്ക് അങ്ങനെ തള്ളി നീങ്ങുന്നത് എന്തിനാണ്? പ്രവർത്തനത്തിലും സ്വഭാവത്തിലും കുറെ സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? ആരാണ് നരകത്തിൽ പ്രവേശിക്കുന്നത്? ഇല്ലൽ അഷ്ഖാ അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ, ഇല്ലൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ലാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും കളവാക്കി പരാജിതനായി ജീവിക്കുന്ന മനുഷ്യൻ. മുർസലീങ്ങൾ മുന്നിൽ വന്നു, ക്ഷണിച്ചു, ഈമാനിൽ നിന്ന് പുറംതിരിഞ്ഞുപോയി, അനുസരിക്കാൻ അവൻ വകുപ്പാക്കിയില്ല. അതേ സമയത്ത് മഹാന്മാര് പറഞ്ഞു, ബാഹ്യാർത്ഥത്തിൽ അവന് കളവൊന്നും നിഷേധമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയവരും ഇതിൽ ഉൾപ്പെടും. അവിടെയാണ് മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈമാനൊക്കെ ഉണ്ട്, അള്ളാഹുവിനും റസൂലിനൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ കാര്യങ്ങളുണ്ട് അനുസരിക്കാൻ കഴിയൂല. അനുസരിക്കാൻ കഴിയൂല. അത് നരകത്ത് പോകുന്ന കാര്യമാണ് കേട്ടോ എന്ന് പറയുമ്പോ അതങ്ങോട്ട് മാറ്റാൻ അത് കഴിയൂല. വലാകിൻ ഖസ്റ അമ്മാ ഉമിറ ബിഹി മിനത്ത്വാഅ ഫജുഇല തക്ദീബൻ. അനുസരിക്കാൻ പറഞ്ഞത് അനുസരിക്കാതെ വിട്ടുനിന്നു, വീഴ്ച വരുത്തി. ആ വീഴ്ചയെ ഒരു നിരാകരണമായിട്ട് കണക്ക് കൂട്ടപ്പെട്ടു. കദ്ദബ വതവല്ല എന്ന് പറയുമ്പോ പിന്നെ നിഷേധികളാണ്, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആൾക്കാരാണ് മാത്രം കരുതരുത്. ബാഹ്യതലത്തിലൊക്കെ വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ശരിക്കങ്ങോട്ടുള്ള അനുസരണമില്ല. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ അവർക്ക് ആ പറയുന്നതിനോട് കുറച്ച് ഇടങ്ങേറാണ്. അതുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന സ്വഭാവം വേണ്ട, നരകത്തിലേക്ക് പോകുന്ന സ്വഭാവങ്ങളൊന്നും വേണ്ട. നരകത്തിലേക്ക് പോകുന്ന സ്വഭാവങ്ങൾ ധാരാളം ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഹതഭാഗ്യരെയും തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുസ്വഭാവികളുടെ സ്വഭാവങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. സൂറത്തുൽ ഖലമിൽ അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഖലമിൽ എണ്ണിയ ആദ്യത്തെ അടയാളം, നരകത്തിലേക്ക് പോകുന്നവരുടെ ആദ്യത്തെ ദുസ്വഭാവം അൽ കദിബു, കളവാണ്. പറയലും വേണ്ട, എഴുതലും വേണ്ട. എഴുതിയാലുണ്ട്, എഴുതിയതിനെ ഷെയർ ചെയ്യും വേണ്ട, ഒന്നും വേണ്ട. ഒക്കെ ശ്രദ്ധിക്കണം. കളവിന് കൂട്ടു നിൽക്കണ്ട, കളവ് പറയണ്ട, കളവ് പറഞ്ഞത് പരത്തണ്ട, അത് എഴുതിയിട്ട് വേറെ രൂപത്തിലേക്ക് മാറ്റി പറയേണ്ട, ഒന്നും വേണ്ട. കളവാകുന്ന സംഗതി ഒന്നും വേണ്ട. കളവ് എന്ന് പറയുന്നത് ഹതഭാഗ്യരുടെ സ്വഭാവമാണ്. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. കളവ് ഒരു മനുഷ്യനെ സർവ്വ ദുർമാർഗത്തിലേക്കും നയിക്കും. വൈന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. ദുർമാർഗങ്ങൾ, ദുസ്വഭാവങ്ങൾ, ദുർനടപടികൾ നരകത്തിലേക്കും കൊണ്ടെത്തിക്കും. അങ്ങനെയാണോ നരകത്ത് പോകുക? കളവ് പറയുന്നവരിൽ മറ്റു സ്വഭാവങ്ങളൊക്കെ വരും. കള്ളം പറയാന്നുള്ളത് ഏറ്റവും മൂർച്ചയുള്ള ഒരു സംഗതിയാണ്. ഫലാ തുതിഇൽ മുകദ്ദിബീൻ. കള്ളം പറയുന്ന ആളുകൾക്ക് തങ്ങൾ വിധേയപ്പെട്ടു കൊടുക്കരുത് നബിയേ.
അവരെ വലിയ നേതാവാണ് വലീദ് ഇബ്നു മുഗീറ. പക്ഷേ അവന്റെ ഏറ്റവും വലിയ ദുസ്വഭാവം നിറഞ്ഞ വാഗിലാസൊക്കെയുള്ള ആളാണ്. കളവ് തുരുതുരാ പറയും. ആരെ കിട്ടിയാലും കള്ളം പറയുക അവന്റെ ഒരു സ്വഭാവമാണ്. ജീവിതത്തിൽ ഒരു മുസ്ലിമിനോട് യോജിക്കാത്ത ഏറ്റവും നീച സ്വഭാവമാണ് കദിബ്, കളവ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനോട്, യുവാവിനോട് തങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞ മുഖ്യ വിഷയം കളവാണ്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ദുസ്വഭാവങ്ങൾ പലതും ശീലമാക്കിയിട്ടുണ്ട് ഞാൻ. മദ്യപാനുണ്ട്, അതുപോലെ തന്നെ വേശ്യാവൃത്തിയുണ്ട്, തസ്കര സ്വഭാവമുണ്ട്, അക്രമുണ്ട്. ഇതൊക്കെ എന്റെ സ്വഭാവങ്ങളാണ്. കള്ളം പറയലുണ്ട്, ഇതൊക്കെ ഉണ്ട്. എല്ലാം കൂടി മാറ്റിയിട്ട് അങ്ങോട്ട് ഇസ്ലാമിലേക്ക് വരാൻ കഴിയൂല. ഏതെങ്കിലും ഒന്ന് അത് ഒഴിവാക്കിയിട്ട് വരാൻ വേണ്ടി തങ്ങൾ പറഞ്ഞാൽ അതങ്ങോട്ട് നിർത്തും, ഞാൻ വരും ചെയ്യും. അങ്ങനെയാണ് അയാൾ വന്ന് പറഞ്ഞ്. അപ്പൊ നല്ല ഒരു യുവത്തുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, നീ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചോ. ഒറ്റ കാര്യം, ഉതുറുക്കിൽ കദിബ്, കളവ് നീ ഒഴിവാക്കി. കള്ളം പറയരുത്, ഒരു കാലത്തും നീ കളവ് പറയരുത്, അത് ഒഴിവാക്കിക്കോ. ശരി, ഞാൻ ആ ഒരു കാര്യം ഒഴിവാക്കി. ഷഹാദത്തൊക്കെ ചൊല്ലി കടന്നു വന്നു. അദ്ദേഹം സദസ്സ് വിട്ട് വിരിഞ്ഞ് വീട്ടിലെത്തി. തന്റെ കൂടെ അനാവശ്യത്തിന് എപ്പോഴും കോപ്പ് കൂട്ടുന്ന കൂട്ടുകാർ വന്ന് വിളിച്ചു, സുഹൃത്തെ വരുന്നോ? നല്ല ഒരു വീടുണ്ട്, ഇതുവരെ നമ്മൾ കയറിയ വീട് പോലെയൊന്നുമല്ല, ഇഷ്ടം പോലെ സമ്പത്തുള്ള വീടാണ്. ഇപ്പോഴാണ് അതിന്റെ ചാൻസ് ഒത്തു കിട്ടിയത്. വീട്ടുകാരൊക്കെ എവിടെ പോയിട്ടുണ്ട്, കയറിയാൽ വെറുതെ ആകൂല, ഇഷ്ടം പോലെ കിട്ടും. ഒന്ന് കളവ് നടത്താൻ, മോഷണം നടത്താൻ നീ വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ഒരു നേരം ഇങ്ങനെ ചിന്തിച്ചു, ഞാനിപ്പോ ഇവരെ കൂടെ പോയാൽ, ഇവരെ കൂടെ പോയിട്ട് നാളെ പിറ്റേന്ന് ഞാൻ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണേണ്ടി വന്നാൽ അവിടെ നിന്ന് എന്നോട് ചോദിക്കാണ്, കളവ് നടത്തിയോ എന്ന് ചോദിച്ചാൽ എന്റെ മാനം കാക്കാൻ വേണ്ടി ഞാൻ എന്തു പറയണം? ഇല്ല എന്ന് പറയേണ്ടി വരും. അത് കളവല്ലേ? കളവ് പറയില്ല എന്ന് ഞാൻ വാഗ്ദത്തം ചെയ്തതല്ലേ, അത് ഞാൻ ഉറപ്പിച്ചതാണല്ലോ. അല്ല, ഞാൻ സത്യം നേർക്ക് നേരം അങ്ങോട്ട് പറയണം എന്നൊരു മറുപടി സത്യം പറയണം എന്നാണല്ലോ. ഞാൻ അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ ജനങ്ങളെ മുന്നിൽ വെച്ച് എനിക്ക് ശിക്ഷ തരും, എന്നേക്കുമായി ആ അടയാളം എന്റെ ശരീരത്തിൽ നിലനിൽക്കും, എന്റെ കയ്യിന്റെ ഭാഗം ഛേദിച്ചു പോകും. അപ്പൊ ഒരു മാനക്കേടാണ്. അതുകൊണ്ട് ഞാനില്ല, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. ഇതുവരെ അനാവശ്യങ്ങൾക്ക് കോപ്പ് കൂട്ടിയ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാനില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ടീം വന്നു. അവര് വന്നിട്ട് പറഞ്ഞു, നല്ലൊരു ചാൻസ് ആണ്, ഇതുവരെ കുടിക്കാത്തൊരു മുന്തിയ സാധനം കിട്ടിയിട്ടുണ്ട്, ഒന്ന് അടിച്ചാലോ? അടിച്ച് ഫിറ്റായ നല്ല സുഖം ഉണ്ടാകും. അപ്പോഴും ഈ സഹോദരൻ ചിന്തിച്ചു, അല്ലാ, ഞാനെങ്ങാനും അത് കുടിക്കാൻ പോയിട്ട് നാളെ പിറ്റേന്ന് മദീനയിൽ പോയാൽ നിങ്ങൾ വല്ലതും അങ്ങനെ കുടിച്ചോന്ന് ചോദിച്ചാൽ മാനം കാക്കാൻ ഇല്ലെന്ന് പറയണം. പക്ഷെ അത് കളവാകും. കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. കളവ് പറയില്ല എന്നല്ലേ എന്റെ കണ്ടീഷൻ. ഇനി അതേന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് എനിക്ക് ശിക്ഷ കിട്ടും. അതൊരു മാനക്കേടാണല്ലോ. ആ ഒരു 40 അടി, ഒരടിയാണെങ്കിലും സ്വകാര്യമായിട്ടാണെങ്കിൽ അത്ര പ്രശ്നമില്ല. പക്ഷെ ജനസാന്നിധ്യത്തിൽ വെച്ചാകുമ്പോ ഒരു മാനക്കേടല്ലേ, അത് ആളുകളൊക്കെ അറിയും ചെയ്യും. അത് എന്നേക്കുമായ ഒരു കറയല്ലേ. ഇല്ല, ഞാനില്ല, നിങ്ങൾ പോയിക്കോ. അടുത്ത ടീം വന്നു. അവര് പറഞ്ഞു, നല്ല 1-ാം നമ്പർ ഒരു പെണ്ണുണ്ട്, ഇതുവരെ നമ്മൾ പരിചയം പുതുക്കിയ പെണ്ണൊന്നുമല്ല, ഇതുവരെ കിട്ടാത്ത ചരക്കാണ്, മുന്തിയ ചരക്ക്, നീ വരുന്നോ? അപ്പോഴും അദ്ദേഹം ചിന്തിച്ചു, ഞാൻ മദീനത്തേക്ക് പോയാൽ എന്നോട് ചോദിക്കാണ്, തങ്ങള് വേശ്യാവൃത്തി നടത്തിയോന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം, അത് കളവാണ്, അത് നടക്കൂല. ഇനി അതേന്ന് പറഞ്ഞാൽ അവിവാഹിതനായതുകൊണ്ട് 100 അടി ജനസാന്നിധ്യത്തിൽ വെച്ച് എനിക്ക് തരും, നാട് കടത്തുകയും ചെയ്യും. വല്ലാത്തൊരു വഷളത്തരല്ലേ. ഞാനില്ല, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. 2 ആഴ്ച കൊണ്ട് ആള് ക്ലിയർ ആയി. മദീനത്തേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വല്ലാത്തൊരു പണിയാണ് ചെയ്തത്. ഏറ്റവും തലവനെയാണല്ലോ തങ്ങൾ പിടിച്ചു കെട്ടിയത്. അതെ, ഏറ്റവും വലിയ തലവനെയാണ് പിടിച്ചു കെട്ടിയത്. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. കള്ളം പറയുന്നത് അത് മുളയിലെ നുള്ളിക്കളയണം. പാപ്പമാരുമ്മമാരൊരിക്കലും മക്കൾക്ക് കളവ് ശീലിപ്പിക്കരുത്. കളവാകാൻ സാധ്യതയുള്ളൊരു വാക്കുപോലും പറയരുത്. കളവ് നിറഞ്ഞ വാഗ്ദത്തങ്ങളും വാഗ്ദാനങ്ങളും ചെയ്യരുത്. അത് അവരെ വലിയ കള്ളന്മാരാക്കാൻ പ്രേരിപ്പിക്കും.
സത്യം മാത്രമേ പറയാവൂ. അങ്ങനെയാണ് ശീലിപ്പിക്കേണ്ടത്. അതിനാണ് ഏറ്റവും വലിയ വിജയമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ നിയന്ത്രിച്ചത് ഒരു വിഷയത്തിലാണ്. എല്ലാം ഒഴിവായില്ല, എല്ലാം ഒഴിവായി, ക്ലീനായി. ഇപ്പൊ എനിക്കൊന്നും വേണ്ട, ഞാൻ റെഡിയായി. വലിയൊരു ദുസ്വഭാവമാണ്. മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും അത് ചേരുകയില്ല. മുനാഫിഖിന്റെ ലക്ഷണമാണ് കദിബ്. മുഅ്മിനോടത് ചേരൂല. കദിബ് മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഇന്നൽ മുനാഫിഖീന ഹുമുൽ കാദിബൂൻ. കപടന്മാര് കളവ് പറയുന്നവരാണ്. സത്യം ചെയ്തുകൊണ്ട് കള്ളം പറയാൻ ഒരു മടിയുണ്ടാകൂല അവർക്ക്. സത്യം ചെയ്തിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ അവർ കള്ളം പറഞ്ഞത്. എത്ര വലിയ കളവാണ് തങ്ങളെ മുന്നിൽ സത്യം ചെയ്ത് അവതരിപ്പിച്ചത്. ഒരു മടിയുമില്ല. അവർ കള്ളം പറയുന്നവരാണെന്ന് അല്ലാഹു തആല തീർച്ചപ്പെടുത്തി പറഞ്ഞു. പറഞ്ഞ കാര്യം സത്യമാണ്, പക്ഷെ ഉള്ളു പൊള്ളായതുകൊണ്ടാണ് അല്ലാഹു തആല അതിനെപ്പറ്റി പറഞ്ഞത്. നാവിൽ മാത്രമേ ഉള്ളത് കളവാണ്, ഉള്ളിലില്ലത്. എന്താ അവര് വന്നിട്ട് പറയുന്നത്? നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് എന്നാ പറയുന്നത്. ആ വാക്ക് അർത്ഥം വെച്ച് നോക്കുമ്പോ എന്തെങ്കിലും തെറ്റുണ്ടോ? ആ വാക്ക് അർത്ഥം വെച്ച് നോക്കുമ്പോ എന്താ തെറ്റുള്ളത്? ഈ വർത്തമാനം പറഞ്ഞവരെ പറ്റിയാണ് അല്ലാഹു തആല പറയുന്നത്. ഇന്നൽ മുനാഫിഖീന ഹുമുൽ കാദിബൂൻ. ഈ പറഞ്ഞ വർത്തമാനത്തിന് അർത്ഥം വെച്ച് നോക്കിയാൽ എന്ത് കുഴപ്പമുള്ളത്? അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, തീർച്ചപ്പെടുത്തുന്നു, റെഡിയല്ലേ? പക്ഷെ പറഞ്ഞ ആൾക്കാരെ ഉള്ളിലേശിട്ടാണോ അത് പറഞ്ഞത്? അല്ല, നാവില് മാത്രമേ ഉള്ളൂ അത്. കളവ് മുഅ്മിന് ചേരുന്ന സ്വഭാവമല്ല, നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന സ്വഭാവമാണ് കദിബെന്ന് പറയുന്നത്. ഖിയാനത്ത്, വഞ്ചന മുഅ്മിന് ചേരൂല. പിന്നെ തുടർന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഖലമില്, ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. ഇതൊക്കെ ദുസ്വഭാവികളുടെ സ്വഭാവമാണ്. ഹമ്മാസ്, പരിഹസിക്കുക, കളിയാക്കുക. എന്തെങ്കിലും ഒരു വാക്കിൽ പിഴവ് വന്നാ മതി, അത് കളിയാക്കുക. അപ്പൊ അതിന്റെ ലോകാണ് അല്ലേ? കുറെ ആൾക്കാർ അങ്ങനെ കാശുണ്ടാക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഓൺലൈനിൽ. അങ്ങനെ അടിവരടാനായിട്ട് ഒരു വാക്കിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നാല് അതിന് വ്യൂസ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് കുറെ ആൾക്കാർ. ആ ഒരു പരിഹാസ മുഖേന ഒരു തലക്കെട്ട് കൊടുത്ത് അത് കത്തിച്ചാല് ആളുകൾ അങ്ങനെ കണ്ടോളൂല്ലോ. അപ്പൊ അതങ്ങനെ പരിഹാസമായിട്ട് വന്നോളൂല്ലോ. ചില ആളുകൾ പരിഹാസത്തിന് വേണ്ടി തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് ഒരു അധ്യായം. അവർക്ക് രാവിലെ ഒരു ക്ലാസ് 10 മിനിറ്റ്, വൈകുന്നേരം ക്ലാസ്. എന്താണേലും വിഷയം, മുഖ്യ വിഷയം പരിഹാസം. അവരുടെ വിഷയം അതാണ്. ഏതെങ്കിലും ഒരാളെ പരിഹാസത്തിന് വലിച്ചിടുക, എന്നിട്ട് കളിയാക്കുക. അപ്പൊ അത് ആൾക്കാരൊക്കെ കേൾക്കുമ്പോ അവനാന് കിട്ടേണ്ട കിട്ടുമല്ലോ. അതന്നെ പരിപാടി. പരിഹാസം എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയവർ ചിലര്. അതൊരു സ്വഭാവമാണ് ചില ആളുകൾക്ക്. പരിഹസിക്കുക, എന്തിനേയും പരിഹസിക്കുക. മതത്തെ പരിഹസിക്കുന്ന ആളുകളില്ലേ? എത്ര ആളുകളുണ്ട്. ഇസ്ലാമിന്റെ ആശയങ്ങളെ പരിഹസിക്കുന്ന ആളുകളില്ലേ? എത്ര ആളുകളുണ്ട്. അതൊക്കെ ആ രൂപത്തിൽപ്പെട്ടതാണ്. പരിഹസിക്കരുത്, ആരെയും പരിഹസിക്കരുത്. പരിഹസിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു സംഗതിയാണ്. ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഖുർആനിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ ഹുമസ. അതിന്റെ തുടക്കം തന്നെ പറയുന്നത് അങ്ങനെയല്ലേ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. പരിഹസിക്കുക, കളിയാക്കുക. തന്നെ പോലെ ഒരു മികവില്ലാത്ത ആളുകളൊക്കെ കളിയാക്കുക. എല്ലാവരും ഒരേ ലെവലിലല്ല, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവ് വേണം. ഒരാളെയും പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, ചെറുതാക്കാൻ പാടില്ല. ഒരു വാക്ക് പോലും പരിഹാസത്തിന്റെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ശൈലി അങ്ങനെയാണ്. നിങ്ങൾ നോക്ക്, അതിരറ്റൊരു വാക്ക് പറഞ്ഞപ്പോ തങ്ങൾ തിരുത്തി സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹുവിനെ. ആ പറഞ്ഞ വാക്ക് അത്ര ചേരുന്നൊരു വാക്കല്ല, അതുകൊണ്ടാണ് തങ്ങൾ തിരുത്തിയത്. ബദർ കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് വരുമ്പോ മദീനക്കാരായി ബദറിലേക്ക് പോകാത്ത കുറച്ച് ആളുകള് ആവേശത്തോടെ ചോദിച്ചു ബദറിൽ പങ്കെടുത്തവരോട് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു? അറബ് ശാലയിലേക്ക് മൃഗങ്ങളെ കൊണ്ടുപോലുണ്ടായിരുന്നുണ്ട്. അറബ് ശാലയിലേക്ക് മൃഗങ്ങളെ കൊണ്ടുപോയതുപോലെ വഴിപ്പെട്ടു, ഞങ്ങൾക്ക് അവർ കീഴ്പ്പെട്ടു പോയി. മുശ്രിക്കുകളെ പറ്റി വർത്തമാനം പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാമത്ത് ബിൻ സലാം അങ്ങനെ പറയരുത്. അവര് നിങ്ങൾക്ക് ആരുമല്ലെങ്കിലും മറ്റൊരു വിഭാഗത്തിന് അവര് ജനപ്രതിനിധികളാണ്, നേതാക്കളാണ്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധിയാണ്.
പരിഹാസത്തിന്റെ വാക്ക് ഒരാ മുസ്ലിമിനെ പോലും പരിഹസിക്കാൻ പാടില്ല. പരിഹാസത്തോടെ ചിത്രീകരിക്കാനോ വർത്തമാനം പറയാനോ പാടില്ല. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ഗീബത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ഗീബത്ത് പറയുന്നത് ഹറാമാണ്, അതൊരു അമുസ്ലിമിനെയാണെങ്കിൽ പോലും പാടില്ലെന്ന് വിശുദ്ധ ദീൻ വിധി എഴുതിയത്. പാടില്ല. അമുസ്ലിമിനെ പറയാൻ പറ്റോ? കുറ്റം പറയാൻ പറ്റൂല. കളിയാക്കാൻ പറ്റോ? ഇല്ല. അവനും ഒരു മനുഷ്യനാണ്, അവനും ഉണ്ടൊരു മാന്യത, അവൻക്കും ഉണ്ടൊരു ബഹുമാനം. അംഗീകരിക്കുന്ന ആളുകളുണ്ട്. സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, എനിക്ക് മാപ്പാക്കി തരണം. ഇത്യാദി വർത്തമാനങ്ങൾ ഇനി എന്നിൽ നിന്ന് വരില്ല. ആരെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്നറിയോ? അബൂജഹലിനെ പറ്റിയും ഉത്ബയെ പറ്റിയും ഷൈബയെ പറ്റിയുമാണ്. ഖുർആൻ അവരെ ശപിച്ചിട്ടില്ലേ? ശപിച്ചിട്ടുണ്ട്. അള്ളാഹു ഖുർആനിൽ ലാനത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ലാനത്ത് പോലല്ലല്ലോ ഈ വർത്തമാനം പറഞ്ഞത്. ശ്രദ്ധിക്കണം, അങ്ങനെ പറയാൻ പാടില്ല, സൂക്ഷിക്കണം. നമീമത്തുമായിട്ട് നടക്കുക, പരദൂഷണം കൊണ്ട് നടക്കുക, നരകത്തിൽ പോകുന്ന വലിയൊരു സ്വഭാവമാണത്. പരദൂഷണം എന്ന് പറയുന്നത് ചെറിയതല്ല, വലുതാണ്. നരകത്തിൽ പോകുന്ന ഈ സ്വഭാവം ചെറുതല്ല, വലിയ സ്വഭാവമാണ് നമീമത്ത്. പരദൂഷണം, ഫിത്ന പറച്ചിൽ ഒരിക്കലും നാം ഏറ്റെടുക്കേണ്ട ഒരു വിഷയം അല്ല. അത് ദുസ്വഭാവികളുടെ സ്വഭാവമാണ്. മന്നാഇൽ ലിൽ ഖൈർ, ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടുന്നത് തടയാ, അതിന് പറ്റുന്ന വർത്തമാനം പറയാ. ഓനങ്ങനെ കിട്ടണ്ട, ഓനങ്ങനെ സുഖിക്കണ്ട, ഓനങ്ങനെ നടക്കണ്ട, ഓൻ അങ്ങനെ വലിയ ആളാകണ്ട. നമ്മൾ മുടക്കന്നെ ഒരു മുടക്കി എന്ന് പറയും അതിന്. ഈ മുടക്കി ഖൈർ മുടക്കുന്ന ആള് നരകത്തിലേക്ക് എളുപ്പം പോകാം. ഒരാൾക്കും കിട്ടുന്ന ഒരു ഖൈർ മുടക്കാൻ പാടില്ല. നമ്മൾ അടുത്ത് താമസിക്കുന്ന അയൽവാസി അവൻ യഹൂദിയാണെങ്കിൽ പോലും അയൽവാസി എന്നൊരു ബഹുമാനം അവനുണ്ട്, അത് കുറക്കാൻ പാടില്ല. സത്യത്തിൽ ബദ്ധവൈരിയാണ്, ബദ്ധശത്രുവാണ് യഹൂദി. യഹൂദിക്ക് തീരെ കണ്ടുകൂടാത്തതാണ് വിശുദ്ധ ഇസ്ലാമിലെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും. പക്ഷെ അത്തരത്തിലുള്ള ആളാണെങ്കിൽ പോലും അയൽവാസി എന്നൊരു ബഹുമാനം അവന് കൊടുക്കണം. അവന് പോലും ഒരു ഖൈർ തടയാൻ പാടില്ല. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വിശുദ്ധി അങ്ങനെയാണ്. ഞാനത് പരത്തി പറയല്ല. നരകത്തിലേക്ക് പോകുന്ന സ്വഭാവങ്ങൾ നമ്മിലുണ്ടാകരുത്. മുനാഫിഖിന്റെ ഒറ്റ സ്വഭാവവും ഉണ്ടാകരുത്, നിഷേധികളുടെ ഒറ്റ സ്വഭാവവും ഉണ്ടാകരുത്. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ എന്റെ ഉമ്മത്തിൽ നിന്ന് നരകത്തിൽപ്പെട്ടവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട രണ്ട് വിഭാഗം നരകത്തിലാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കാലശേഷം വരാനുള്ളവരാണ്, എന്റെ കാലത്തില്ല എന്നല്ലേ തങ്ങളാ പറഞ്ഞത്. ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല. ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞത് ഖൗമും മഅഹും സിയാത്തുൻ യളിരിബ്കാദിനാ ബിൽ ബഖരി യളിരിബൂന ബിഹന്നാസ്. ഒരധികാരം കയ്യിൽ കിട്ടിയപ്പോ, ഒരു ചെറിയ അധികാരം കയ്യിൽ കിട്ടിയപ്പോ നിരപരാധികളായ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന ആളുകൾ, ചാട്ട പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറും പിടിച്ച്, അതേ കുന്തവും വാളും പിടിച്ച് നിരപരാധികളെ പീഡിപ്പിക്കുന്ന ആളുകൾ, അവരുടെ മേൽവിലാസം അവർക്ക് ഉദ്യോഗമുണ്ട്, സ്ഥാനമുണ്ട് എന്നതാണ്. അവര് നരകത്തിലാണ്. മറ്റൊരു വിഭാഗത്തെ എണ്ണിയത് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രഭാഷണ നഗരിയിൽ വന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളാകരുത് ഈ പറഞ്ഞ സ്ത്രീകള്, നിങ്ങളുടെ ഭാര്യമാരാകരുത്, നിങ്ങളുടെ സഹോദരിമാരാകരുത്, നിങ്ങളുടെ സ്വന്തം ഇണകളാകരുത്, നിങ്ങളുടെ പേരക്കുട്ടികളാകരുത്. കാസിയാത്തുൻ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ ആരിയാത്ത് നഗ്നരാണവർ. ഇമാം നവവി റളിയല്ലാഹു അൻഹു 3 രൂപത്തിൽ ആ ഹദീസ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവർ നഗ്നരാകുന്നത്? അതേ, അല്പം മറച്ചു, മറക്കേണ്ടത് മുഴുവനും മറച്ചില്ല. ചിലര് മുഴുവനും മറച്ചിട്ടുണ്ട്. മറച്ചതിനേക്കാളും നല്ലത് മറക്കാതിരിക്കലാണ്. മറച്ചതിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ലൈവായിട്ട് കാണുന്നുണ്ട്. അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിലോ
അവരെന്തിനാ ധരിച്ചത് എന്ന് ആളുകൾ ചോദിക്കും. ശരീരത്തിന്റെ തുടിക്കുന്ന ഭാഗങ്ങൾ മുഴുവനും കൃത്യമായി അളന്നു മുറിച്ച് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചവരാ. പെങ്ങൾക്കൊക്കെ നല്ല എളുപ്പല്ലേ, ഒരു കൂട്ടം ഡ്രസ്സ് മാത്രം വാങ്ങിയാൽ മതിയല്ലോ ഇപ്പൊ അല്ലേ? എന്ത് സുഖാണ് അല്ലേ? പാന്റും ഷർട്ടും മാത്രം വാങ്ങിയാൽ മതി, വേറൊന്നും വാങ്ങണ്ടല്ലോ. കാരണം എല്ലാവരും ഇപ്പൊ അതല്ലേ ധരിക്കണ്, ആടും പെണ്ണും അതല്ലേ ധരിക്കണ്. കുറച്ച് ടൈറ്റ് കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലെവലായി, അല്ല മട്ട ഉണ്ടാവും അത് കാണാൻ, കുറച്ചുകൂടി ഉഷാറുണ്ടാവും, ലാഭല്ലേ. മറ്റേ ഇപ്പൊ 2 തരം വാങ്ങാന്ന് പറഞ്ഞാൽ കാശ് എത്ര കൊടുക്കണം അല്ലേ? നല്ല സുഖല്ലേ. ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെൺകൊടി നിങ്ങളെ വീട്ടിലുണ്ടാകരുത്. പാശ്ചാത്യൻ സ്വഭാവം, അതാരാണോ ഇങ്ങോട്ട് കടമെടുത്തു കൊണ്ടുവന്നവര് അവരെ കുടിലുകളിൽ അവര് ധരിപ്പിച്ചോട്ടെ. മുസ്ലിമിന്റെ വീട്ടിൽ ആ സംസ്കാരം വേണ്ട. അത്രയും അറുവഷളൻ സംസ്കാരമാണ്. ശരീരത്തിന്റെ ഭാഗങ്ങൾ തുടിക്കുന്ന രീതിയിൽ, കണ്ടിട്ട് ആസ്വദിപ്പിക്കുന്ന രീതിയിൽ അവർക്കുള്ളത് തന്നെയല്ലേ ബാക്കിയുള്ള സഹോദരിമാർക്കുള്ളത്. പക്ഷെ അവർക്കൊന്ന് ആസ്വദിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഈ പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞാലും പെരുന്നാളിന് നിങ്ങളെ കൂടെ മക്കള് പോകുമ്പോ, ഭാര്യ പോകുമ്പോ, ഉമ്മ പോകുമ്പോ 3 ലെവലിലാണ്. മറക്കണ്ട, ശരിക്കും ചിന്തിക്കണം. നാളെ പിറ്റേന്ന് പോയി എടുക്കും ഓരോന്ന്. മുഴുവസ്ത്രമില്ലാത്തത്, കാലും ആഫും മുക്കാലൊക്കെ ആയിട്ട് അത്ര മതി. കുട്ടിയായിട്ടുള്ളൂ, എത്ര കുട്ടി? 15 വയസ്സേ ആയിട്ടുള്ളൂ, 20 വയസ്സേ ആയിട്ടുള്ളൂ, അത്ര മതി. 40 ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഉണ്ടോ? 40 ഒരളവും 15 വേറൊരു അളവും ഉണ്ടോ ഇസ്ലാമിൽ? ഉണ്ടോ സഹോദരിമാർക്ക് വേറൊരളവ്? നമ്മളല്ലേ അളവുണ്ടാക്കി കൊടുക്കുന്നവര്, നമ്മളല്ലേ അതിന് കാശിറക്കി കൊടുക്കുന്നവര്. സ്വഹാബത്തൊക്കെ കണ്ട ലെവൽ എത്രമാത്രം വലുതാണ് സഹോദരങ്ങളെ. ഈ രീതിയിലുള്ള അറുവഷളം സംസ്കാരങ്ങളല്ലേ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രശ്നമല്ല ആളുകൾക്ക്. അതിപ്പോ ഈ കാലഘട്ടത്തിൽ പറയേണ്ട വിഷയമല്ല എന്നാ പലരും ചിന്തിക്കുന്നത്. എല്ലാ കാലത്തും പറയേണ്ട വിഷയം തന്നെയാണ്. ഈ ഹദീസ് മൗദൂആയിട്ടോ അല്ലെങ്കിൽ തള്ളിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ 2023 വരെയുള്ള 24 ഇല്ലാന്നൊന്നുമില്ല. എപ്പോഴും ഉണ്ട് ഹദീസ്. ഭംഗിയുള്ള വസ്ത്രം ധരിച്ചോളതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നഗ്നത മറക്കണം, മുഴുവനും മറക്കേണ്ടത് മറക്കണം. അത് മുസ്ലിമിന് ബാധ്യതയാണ്. മുസ്ലിം പെണ്ണാണോ പോകുന്നത്, ആ പെണ്ണിനൊരു വേഷം ഇസ്ലാമിലുണ്ട്, ഒരു പരിശുദ്ധിയുള്ള വേഷമുണ്ട് ഇസ്ലാമിൽ. ആരും തൊട്ട് തീണ്ടാത്തത്. പുതിയ മോഡിഫിക്കേഷനും ജനറേഷനൊക്കെ കൊണ്ടുവന്നിട്ടും പീഡനങ്ങളും അക്രമങ്ങളും നല്ല കുറവില്ലേ? നല്ല കുറവുണ്ട്. ഇത്രേ കുറഞ്ഞ്. ഇസ്ലാമിന്റെ ഒരു വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധിക്ക് അല്ലാഹു തആല പറഞ്ഞ മാർക്ക് എന്താണെന്നറിയോ സഹോദരങ്ങളെ? നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്ന പെണ്ണിന് അല്ലാഹു തആല പറഞ്ഞ മഹത്വം, നല്ലവരാണെന്ന് മനസ്സിലാക്കപ്പെടാനും ആക്രമിക്കപ്പെടാതിരിക്കാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അത് നല്ല വസ്ത്രമാണ്. അതാണ് നബിയെ തങ്ങൾ മക്കളോടും മുഅ്മിനാത്തുകളോടും ലോകത്തുള്ള എല്ലാ സഹോദരിമാരോടും പറയേണ്ടത്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ മുകളിലേക്ക് കൂട്ടിക്കെട്ടുന്നതിന് പകരം താഴോട്ട് അവർ താഴ്ത്തിയിടണം. അവരെ ശരീരത്തിന്റെ തുടിക്കുന്ന ഭാഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കരുത്. മറയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നടക്കേണ്ടവരാണ്. അവരെ ശരീരത്തിന് അല്ലാഹു നൽകിയ പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. നല്ല പ്രവർത്തകനാണ്. അവന്റെ കൂടെ പോകുന്ന ഉമ്മാന്റെ വസ്ത്രം മാത്രം റെഡിയാണ്. നേരെ പിന്നാലുണ്ട് അവന്റെ ഭാര്യ. ഭാര്യക്ക് എന്താണ്? ഭാര്യക്ക് തട്ടേ ഉള്ളൂ, കൊയിഞ്ഞടന്നൊരു തട്ടം. പിന്നെ ഇപ്പുറത്തൊരു മകളുണ്ട്, SSLC ഒക്കെ പഠിക്കുന്ന മകളാണ്. ആ മകളെ തട്ടുണ്ട്, അത് തോളിൽ ഇങ്ങനെ ചുറ്റി കെട്ടിയിരിക്കുകയാണ്. ഒരു ടീഷർട്ടും ഉണ്ട്, പിന്നെ അതിനൊത്ത ഒരു ഡ്രസ്സ് താഴെയുണ്ട്. ആരെ ചിത്ര ഞാൻ പറയുന്നത്? നിങ്ങള് പുറത്തെ ഏതെങ്കിലും നാടോളികളെ ചിത്രമല്ല. ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് ഒക്കെ കയ്യിലേന്തി നല്ല ചൂടും ചുക്കാന്തിയോടെ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് യോജിച്ചതല്ലത്. നമുക്ക് യോജിച്ച വസ്ത്രമല്ല. നമുക്ക് യോജിച്ച വസ്ത്രം നമ്മൾ ധരിക്കണം. അവരെ നമ്മൾ നരകത്തിലേക്ക് തള്ളിവിടരുത്.
ഓരോരുത്തരും തീരുമാനിക്കണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് എത്ര കറക്റ്റ് ആണ്. ഞാൻ കാണാത്തൊരു വിഭാഗം എന്നല്ലേ തങ്ങൾ പറഞ്ഞത്. അപ്പൊ അന്നത്തെ കാലത്തുള്ള മുഅ്മിനാത്തുകൾ എങ്ങനെ ആയിരിക്കും? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട സയ്യിദത്തിന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിന്റെ വീട്ടില് സൽക്കാരത്തിന് വന്നു, ഒന്ന് വിരുന്ന് വാർക്കാൻ വേണ്ടി വന്നു. ജ്യേഷ്ഠത്തിയുടെ മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകള് ആയിഷ ബീവിന്റെ വീട്ടില് വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആ കുട്ടിയുടെ തലയിലേക്ക് നോക്കിയപ്പോ ഒരു തട്ടം, തലയിലൊരു മക്കനുണ്ട്, ഹിമാറൻ, നല്ല മക്കനാണ്, പക്ഷെ റഖീഖൻ, ഉള്ളിലുള്ള മുടിയൊക്കെ പുറത്ത് വെളിവാകുന്ന മക്കനെ ധരിച്ചിരിക്കുന്നു. അത് ആയിഷ റളിയല്ലാഹു അൻഹ അയപ്പിച്ചു. അത് കീറിയിട്ട് ടേബിൾ തോർത്താനുള്ള അത് തോർത്താക്കി ടവ്വലാക്കി വെച്ചു. പകരം ഒരു കട്ടിയുള്ള മക്കനെ ധരിപ്പിച്ചു കൊടുത്തു. അതാണ് ഈമാന്, അതാണ് ഇഖ്ലാസ്. ഇസ്ലാമികമായ നടപടിയാണ് സ്വീകരിച്ചത്. മറ്റേത് കുറ്റമാണ്, വൻകുറ്റമാണ്. ശരീരം വെളിവാക്കി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള നടത്തം മുസ്ലിം സഹോദരിക്ക് യോജിച്ചതല്ല. നമ്മൾ അപ്പുറത്ത് എത്ര തൗബ ചെയ്താലും എത്ര ഇസ്തിഗ്ഫാർ ചെയ്താലും ഒരു കറങ്ങനെ ബാക്കിയുണ്ട്. ഇത് തീർപ്പാക്കാൻ കഴിയൂല. അത് പാകപ്പെടുത്തണം, അത് ചിന്തിക്കണം. ആ രൂപത്തിൽ എല്ലാവരും വന്ന് വർത്തമാനം ഒരുപോലെ പറയുന്ന തരത്തിലല്ലേ സഹോദരങ്ങളെ ഹിജാബ് ഇറങ്ങിയത്? എത്ര വിശുദ്ധിയുടെ മാർഗമാണ് ഹിജാബ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് ഹിജാബിന്റെ ആയത്തിറങ്ങിയതോടുകൂടെ നിയമത്തിന്റെ മാറ്റം വന്നില്ലേ? മറയുടെ വിരിയുടെ അപ്പുറത്ത് ഒരാളും കാണാത്ത രൂപത്തിലുള്ള ഒരു സംസാരം, വിരിയുടെ അപ്പുറത്ത് കാര്യങ്ങൾ പറയാ, ജവാബ് കിട്ടും, തിരിച്ചു പോകാം. എത്ര പരിശുദ്ധിയാ നൽകിയത്. എല്ലാ കെട്ടുകളും നമ്മൾ അയക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. ശരിക്കതിന്റെ അടയാളം തങ്ങൾ പറഞ്ഞു, മായിലാത്തുൻ മുമീലാത്തുൻ. ആകർഷിക്കുന്നവരാണ്, മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നവരാണ്. റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില. തലമുടി ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടാക്കി ഉണ്ടയാക്കി വെച്ച് നല്ല മോഡലിൽ സ്റ്റൈലിൽ അത് കോർത്തും റെഡിയാക്കിയും വെച്ച് ിട്ടുണ്ട്. ആ സഹോദരിമാര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കുകയില്ല. 500 കൊല്ലത്തെ വൈദൂരം അപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സുഗന്ധമാണ് സ്വർഗത്തിന്റെ സുഗന്ധം. അത് അനുഭവിക്കാൻ പോലുമുള്ളൊരു ഭാഗ്യം അല്ലാഹു അവർക്ക് നൽകുകയില്ല. സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്ന വസ്ത്രം വേണ്ട, സ്വർഗത്തിൽ പോകുന്ന വസ്ത്രം ധരിക്കൂ. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വസ്ത്രധാരണ ശൈലി ഉണ്ടാക്കരുത്. ആ ഒരു ശീലം നമ്മൾ സ്വീകരിക്കരുത് ഒരിക്കലും. കഴിഞ്ഞ വർഷേ പെരുന്നാളിന് എന്റെ കുട്ടിയൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോ ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ആ ചെറുപ്പക്കാരനായ ആ കച്ചവടക്കാരനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾക്ക് പറ്റിയ ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നു, റമളാൻ ഒരു 10-15 വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽപ്പെട്ട ഒരൊറ്റ ഒന്നുപോലും, നിങ്ങളിപ്പോ അന്വേഷിച്ച് വന്ന ഒരൊറ്റ ഒന്നുപോലും ഇവിടെ ചെലവായില്ല. എനിക്ക് ബാധ്യതയാകുമെന്ന് കരുതിയിട്ട് ഞാനത് തിരിച്ചയച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ചെലവാകണ മോഡൽ ഏതാന്ന് കാണിച്ചെന്നാണ്. അപ്പൊ ചെലവാകുന്ന മോഡൽ എനിക്ക് കാണിച്ചു തന്നു. എന്താ ഈ ഡ്രസ്സ്, എന്താ അതിന് പ്രത്യേകത? കാറ്റടിച്ചാൽ പള്ള കാണും. മനസ്സിലായോ? ടഫൊക്കെ ഉണ്ട്, എത്രക്കുണ്ട്, പക്ഷെ കാറ്റടിച്ചാൽ എന്ത് കാണും? പള്ള കാണും. കണ്ടാൽ എന്തൊരു സുഖാണ് അല്ലേ, ഇതൊരു ആസ്വാദനം. അതാണ് ചെലവാകുന്നത്. കുറെ മോഡലുകൾ എനിക്ക് കാണിച്ചു തന്നു അദ്ദേഹം. ഒരൊറ്റ ഒന്നും ദീൻ പറഞ്ഞ രീതിയിൽ ഷർത്തത്ത രീതിയിലുള്ളതില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തിന് കുറഞ്ഞിടും. വേറൊരു മോഡൽ കാണിച്ചു തന്നു. ഇപ്പൊ 2 ആളുകൾ എടുത്തു പോയിട്ടേ ഉള്ളൂ. ഇപ്പോ 800-900 രൂപക്ക് 2 ആളുകൾ എടുത്തു പോയിട്ടേ ഉള്ളൂ. ഇത് അതേ മോഡലാണെന്ന് കാണിച്ചു തന്നു. അതെന്താ സംഗതി അറിയാം നിങ്ങള്? അതിന്റെ ഈ സ്തനഭാഗത്തിന്റെ മേൽഭാഗത്തേക്ക്, സ്തനഭാഗത്തിന്റെ കറക്റ്റായിട്ട് മേലോട്ട് ഒരു മാലയാണ്, ഒരു വല, ഒരു നെറ്റ് മോഡല് ശരിക്കും അങ്ങോട്ട് കാണാം. അപ്പുറത്ത് എന്തൊക്കെയുള്ളത് അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടും, ഈ കയ്യിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടും അതേ രൂപത്തിൽ തന്നെയാണ്. അപ്പൊ ശരിക്കും നോക്കുന്ന ഒരാൾക്ക് കക്ഷഭാഗം വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു വല എങ്ങനെ ഉണ്ട്, ഒരു നെറ്റ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ.
വളരെ ശ്രദ്ധിച്ചു, ചെറിയ നോട്ടം നോക്കിയാൽ തന്നെ മതി, ശ്രദ്ധിച്ചൊന്നും നോക്കണ്ട, അല്ലാതെ തന്നെ കാണും. അതാണ് ഇപ്പൊ ചെലവായത്. നഊദു ബില്ലാഹി മിൻ ദാലിക്. നമ്മളാകരുത് ഈ മോഡലുകളൊക്കെ വാരിക്കൂട്ടുന്ന ആളുകൾ. മുസ്ലിങ്ങൾക്ക് എല്ലാ വസ്ത്രങ്ങളും ചെലവാകുന്ന കണ്ടിട്ടാണ് പുതിയ ഈ കൾച്ചറൊക്കെ രൂപപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് ഇറക്കണതൊക്കെ. പ്രതികരിക്കാൻ നല്ല ആർജവമുള്ള ധാർമ്മിക ബോധമുള്ള ഉപ്പമാര്, ഈമാനുള്ളവര് വരണം. പെണ്ണുങ്ങളെ ഈ രൂപത്തിൽ കൊണ്ടുപോയിട്ട് നരകത്തിലേക്ക് ചാടിക്കരുത്. അവർക്ക് നല്ല മറ വരേണ്ടത് ഒരു 50-60 ആയതിന്റെ ശേഷമാണ് എന്ന ഒരു മുദ്രാവാക്യം ഇസ്ലാമിലില്ല. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൽക്കാലം സാരല്ല, ഇപ്പൊ അങ്ങനൊക്കെയല്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞ് 2-3 കുട്ടികളൊക്കെ ആകുമ്പോ നല്ല മക്കനെ ധരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ അന്നത്തെ ദിവസം തന്നെ കട്ടിയുള്ള ഒരു മക്കനെ വേറെ ധരിപ്പിച്ചത്? പഠിക്കാൻ വലിയൊരു പാഠം ആ വിഷയത്തിൽ നമുക്കുണ്ട്. ആണുങ്ങളോടും പറയട്ടെ, നരകത്തിൽ പോകുന്ന വസ്ത്രം ധരിക്കരുത്. നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നരകത്തിൽ പോകുന്ന മാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ. നെരിയാണി വിട്ട് താഴെ ഇറങ്ങിയത് എവിടെയാണത്? നരകത്തിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുന്ന ആൾക്കാർ അവരോട് പറഞ്ഞാലൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാകണ്ടേ? നെരിയാണി വിട്ട് താഴെ ഇറങ്ങിയത് നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോ വളരെ പേടിയോടുകൂടെയല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചത്, ആശങ്കപ്പെട്ടുകൊണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ എന്റെ വസ്ത്രം ഇങ്ങനെ അറിയാതെ ഇറങ്ങിപ്പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലസ്ത മിൻഹും, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല സിദ്ദീഖ്, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അപ്പൊ ഈ പറഞ്ഞത് ആരാ? അതൊരു പവറാണ്, അതൊരു സ്റ്റൈലാണ്, ഒരു മോഡലാണ്. അങ്ങനെ ഉടുക്കൂ. മേലോട്ട് എടുക്കാൻ എത്ര ഉണ്ടായാലും പൊക്കിളിന് താഴെ എടുക്കൂ. പൊക്കിളിന് മേലെടുക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്, എന്നാലും എവിടെ എടുക്കുള്ളൂ? താഴെ എടുക്കുള്ളൂ. അത് വേണ്ട. ഔറത്തൊക്കെ വെളിവാക്കിയിട്ട് ഒരു ഒപ്പിച്ച് എടുത്ത് റെഡിയാക്കിയിട്ടുള്ള ഒരു പാൻറ്റൊന്നും വേണ്ട. പാകത്തിനുള്ള നല്ല പാൻറ് ഉണ്ടായിക്കോട്ടെ. പാൻറ് നല്ലതാണ്, നല്ല വസ്ത്രമാണ്, നല്ല രൂപത്തിലാണെങ്കിൽ. അല്ലെങ്കിൽ അത് മോശം. ഖമീസ് നല്ലതാണ്, നല്ല രൂപത്തിലാണെങ്കിൽ. ഇതിങ്ങനെ നെരിയാണ്ട് താഴെ വിടണ്ട. ഖുതുബോതുമ്പോ ഈ മേലെ ധരിക്കുന്ന, അറബികൾ ധരിക്കുന്ന രീതിയിൽ മേലെ ധരിക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്താ അതിന്റെ പേര്? ഒരു കോട്ടുണ്ടല്ലോ മേലെ ധരിക്കുന്നത്. ഇവിടെ പ്രവാസികൾ ആരുമില്ല, ഒക്കെ ദേശീയര് മാത്രമേ ഉള്ളൂ. മേലെ ധരിക്കുന്ന ഒരു കോട്ടുണ്ട്. അപ്പൊ ആ കോട്ടാണെങ്കിലും അതിനും പരിധി എത്രയാണ്? നെരിയാണിയാണ്. കോട്ടല്ലേ എന്ന് എഴുതിയിട്ട് അതങ്ങനെ വലിച്ചുകൊണ്ടാവാൻ പാടില്ല. പെണ്ണുങ്ങളെ വസ്ത്രം താഴോട്ട് പോകും പോലെ ആണുങ്ങളത്. അത് ആരുതാണെങ്കിലും ശരി, അതിന്റെ അളവ് കറക്റ്റ് ആകണം. മാറ്റാൻ പാടില്ല, അതിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല, കൃത്യമാകണം. ഞാൻ ഖുതുബ ഓതുന്ന ആദ്യം ഖുതുബ നിർവഹിച്ചൊരു സ്ഥലത്ത് ഖുതുബ ഓതുമ്പോ അവിടുത്തെ ഖാളി ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദായിരുന്നു. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ, നെല്ലിക്കുത്ത് ഉസ്താദ്. അപ്പൊ ഞാനിങ്ങനെ ഈ ഖമീസ് ഇട്ടപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞു, നേർക്ക് നിൽക്കാറുണ്ട്. നേർക്ക് നിന്നിട്ട് ഞാനിങ്ങനെ ഈ ഇട്ടതിന്റെ ഈ ഡ്രസ്സിന്റെ അതിർത്തി ഉസ്താദ് മേലും താഴെ നോക്കി. നെരിയാണി കറക്റ്റ് അല്ലേ നോക്കി. ഇത്ര മതി ട്ടോ, ഏറണ്ടാന്ന് പറഞ്ഞു. ഇത്ര മതി, ഇനി അങ്ങോട്ട് ഏറണ്ടാന്ന് പറഞ്ഞു. അതാണ് നെരിയാണിയൊക്കെ മൂടിയിട്ട് ഇങ്ങനെ മൂടിപ്പോച്ച് ലാസ്റ്റ് ഇനി അങ്ങോട്ട് സൊഫിലേക്ക് എത്താൻ ഒരു ഇത്രയേ ഉള്ളൂ. അത് വേണ്ട. തൽക്കാലം മൂപ്പര് ഔദുങ്കരയിലോ മറ്റെന്തെങ്കിലുമൊക്കെ ഹിദമായിട്ട് പണിയിട്ട് കൂടിക്കോട്ടെ. ഇമാമത്ത് നിൽക്കുന്ന ആൾ അതിന്റെ കറക്റ്റിൽ തന്നെ ആകണം. വേഷം ധരിക്കുന്ന ആൾ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. നിസ്കരിക്കുന്ന ആളുകളോട്, സൊഫിലുള്ളവരോടൊക്കെ പറയണം തുണി കയറ്റിയെടുക്കാൻ. പക്ഷെ പറഞ്ഞാലും കേൾക്കുന്നവർ അപൂർവമാണ്. വലിയ ഒരു സംഗതിയാണത്. മഞ്ചറ ഇസാറഹു ബത്തുറൻ, അഹങ്കരിച്ചുകൊണ്ട് അങ്ങനെ തായോട്ട് തുണിയും ഉടുത്തി നടന്നിട്ട് മുൻഗാമികളിൽപ്പെട്ട ആളുകളെ ഭൂമി തായോട്ട് വലിച്ച ചരിത്രമുണ്ട്. തായോട്ട് വലിച്ചിട്ടുണ്ട്, ഭൂമി വിഴുങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. മുഅ്മിനീങ്ങളോട് സംവദിക്കും പോലെ അല്ലാഹു തആല അവനോട് സംവദിക്കൂല. വലിയ ശിക്ഷയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ താക്കീത് ചെയ്ത വിഷയമാണ്. നമുക്കത് വേണ്ട, പാകത്തിനുള്ളത് മതി. നിങ്ങൾ പാൻറ് ധരിച്ചോളൂ, നല്ല ഒതുക്കുള്ള വസ്ത്രമാണ്, പാകത്തിനുള്ളത്. മേലെയും താഴെയും ശരിക്കും മറയുന്ന രൂപത്തിലുള്ള നല്ല പാൻറ് വാങ്ങിക്കോളൂ. താഴെ തെരച്ചു വെക്കാൻ കുറച്ച് എക്സ്ട്രാ ഉള്ളത് വാങ്ങണ്ട. അതില് ഒരു കറാഹത്തിന്റെ ഒരു അംശം കൂടി ബാക്കി വരും, അത് വേണ്ട. കറക്റ്റ് ആയിട്ട് ഉണ്ടായിക്കോട്ടെ. ഒരു പഴഞ്ചെന്നൊക്കെ ആരെങ്കിലും വിളിച്ചാൽ ഒരു സുഖം കിട്ടുന്ന രീതിയിൽ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ആരങ്ങനെ ആരും വിളിക്കൂല. നല്ല കറക്റ്റ് ആയിട്ടുള്ള വസ്ത്രം തന്നെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. തുണി എടുക്കുന്ന ആളാണെങ്കിലും ആ തുണിക്കും ആ അളവ് തന്നെ ബാധകമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും ചില ആളുകൾക്കൊക്കെ ഉണ്ട് ഒരു ദുസ്വഭാവം. വീടുകളിലൊക്കെ കയറിയാല്
വലിയ ആണുങ്ങൾക്കും ഉണ്ട്, ചെറുപ്പക്കാര് ഒരു പ്രായപൂർത്തിയോട് എത്തിയ ആളുകൾക്കും ഉണ്ട്, അമ്രതീങ്ങളായ ആളുകൾക്കൊക്കെ ഉണ്ട് ഒരു സ്വഭാവം. ഒരു നിക്കർ ഇട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് വീട്ടിന്റെ ഉള്ളിലും പുറത്തും, അത് വളരെ വഷളായൊരു സ്വഭാവമാണ്. അത് വേണ്ട. കുറച്ച് ഔറത്ത് ഇങ്ങനെ വെളിവാക്കിയെങ്കിലേ ഒരു സുഖം. അപ്പൊ വലിയ ട്രൗസർ ഇട്ട് ഉപ്പ് ഇരിക്കുന്നുണ്ട് ഒരു കസേരയില്, അതിന്റെ കുറച്ചുകൂടി താഴെയുള്ളതിട്ട് ഇപ്പുറത്തിരിക്കുന്നുണ്ട് വലിയൊരു മോന്, കുറച്ചുകൂടി താഴെയുള്ളതിട്ട് മറ്റേ മോൻ ഇരിക്കുന്നുണ്ട്. എല്ലാവരും നോക്കിയാൽ ആരും ഫുള്ളായി മറച്ച ആൾക്കാരില്ല. ആ ഒരു വേഷം അത് നമുക്ക് വേണ്ട. വീട്ടിന്റെ അകത്താണെങ്കിലും വേണ്ട, പുറത്താണെങ്കിലും വേണ്ട. മോശപ്പെട്ടൊരു സംസ്കാരമാണ്, നമുക്ക് പറ്റിയതല്ല. ഫുള്ളായിട്ട് മറ സ്വീകരിക്കണം. കുളിക്കുമ്പോൾ വരെ നോക്ക് നിങ്ങൾ, അഫ്ളലായ രൂപം ശരീരം മറക്കലല്ലേ, മറക്കലാണ്. തുണിയെടുക്കാതെ കുളിക്കല് ജായിസ് ആണെങ്കിലും ഉത്തമമായ ശൈലി മറയോടെ കുളിക്കലാണ്. നല്ല മറക്കുന്ന രീതിയിലുള്ള ഒരു മുണ്ടെടുത്തിട്ട് കുളിക്കലാണ് ഉത്തമം. ആരും കാണാത്തൊരു കുളിമുറിയിലാണ് നമ്മൾ കുളിക്കുന്ന, ഒറ്റക്കാണ്. എന്നാലും സംഗതി നല്ലത് അഫ്ളലായ ശൈലി നല്ലോണം മറയുള്ള ഒരു മുണ്ടെടുത്ത് കുളിക്കലാണ്. അതെ, മറ്റേതൊന്നും ഓപ്പണായിട്ട് അല്ല, ഒന്ന് ഇങ്ങനെ കുളിച്ചൂടെ? അങ്ങനെ കുളിക്ക ജായിസാണ്. പക്ഷെ ജായിസാണെങ്കിലും ഒന്നും എടുക്കാതെ കുളിക്കല് ജായിസാണെങ്കിലും ഉത്തമം അതല്ല, മറച്ചു കുളിക്കലാണ്. നീളമുള്ള ഒരു മുണ്ട് വാങ്ങി, തോർത്തുമുണ്ട് വാങ്ങി മറച്ചു കുളിക്കലാണ്. എല്ലാ ദിവസവും പൂർണ്ണ മറ സ്വീകരിച്ച് കുളിച്ച് സുന്നത്ത് പാലിച്ചിരുന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നമുക്ക് മാതൃകയാണ്. ഒരിക്കൽ പോലും ശരീരത്തിന്റെ ഒരു ഭാഗം മറ്റൊരാൾ കാണുന്ന ഒരു സംഭവം, രൂപം, ഒരു ഭാവം ഉണ്ടായിട്ടില്ല. സ്വീകരിക്കേണ്ട ഒരു ശൈലിയാണ്. സഹോദരന്മാരോട് പറയട്ടെ, ധരിക്കാൻ പാടില്ലാത്ത ചില കളറുകളുണ്ട് മുസ്ലിങ്ങൾക്ക്, അത് ധരിക്കരുത്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒക്കെ കൂടി എണ്ണി പറയാൻ നേരല്ല. ധരിക്കാൻ പാടില്ലാത്ത ചില കളറുകളുണ്ട്, നമ്മളത് ധരിക്കണ്ട, നമുക്കത് ബുദ്ധിമുട്ട് വരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. പറയാം. അപ്പൊ സഹോദരങ്ങളെ, നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള വസ്ത്രം അത് വേണ്ട. നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഭക്ഷണം വേണ്ട. നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള പാനീയം വേണ്ട. നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള സൽക്കാരം വേണ്ട. നരകത്തിലേക്ക് പോകാനുള്ള രീതിയിലുള്ള ധൂർത്ത് വേണ്ട, ആർഭാടങ്ങൾ വേണ്ട. എല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു, നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. നരകത്തെ അല്ലാഹു തആല വാൺ ചെയ്തത് നരകക്കാരായി തീരുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകരുത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകിയ സംഭവങ്ങൾ, ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിലുള്ള ഈ ജീവിതം, കുടുംബപരമായിട്ടുള്ള ബന്ധം കെട്ടുറപ്പോടെ കാത്തു സൂക്ഷിച്ചു പോകേണ്ട ഒരു ബന്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ 3 തവണ ലഅനത്ത് ചെയ്തൊരു വിഭാഗമാണ് കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ. 3 പ്രാവശ്യമാണ് അല്ലാഹു തആല ശപിച്ചത്. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ആളുകളെ, കുടുംബ ബന്ധം മുറിക്കുന്നത് കാര്യഗൗരവമുള്ള വിഷയമാണ്. അയൽപക്ക ബന്ധം മുറിക്കുന്നതും കാര്യഗൗരവമുള്ള വിഷയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും സ്വഹാബത്തിനോട് സൂക്ഷിക്കാൻ പറഞ്ഞിരുന്ന 2 ബന്ധങ്ങളാണിത്. കുടുംബ ബന്ധവും നിലനിർത്തണം, അയൽപക്ക ബന്ധവും നിലനിർത്തണം. എന്തേത് പ്രത്യേകം ഊന്നി പറയാനുള്ള കാരണം, സമൂഹത്തിന്റെ നല്ല അവസ്ഥ ഉണ്ടായി തീരാൻ ഈ 2 ബന്ധങ്ങളും അനിവാര്യമാണ്. സമൂഹത്തിൽ നല്ല രൂപങ്ങൾ രൂപപ്പെട്ടു വരാൻ കുടുംബ ബന്ധവും ആവശ്യമാണ്, അയൽപക്ക ബന്ധവും ആവശ്യമാണ്. ഒരിക്കലും അയൽപക്ക ബന്ധം മുറിക്കാതെ, കുടുംബ ബന്ധം മുറിക്കാതെ നിലനിർത്തി കൊണ്ടുപോകണം. ബന്ധം ഊട്ടിയുറപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് അറ്റത് ചേർക്കുന്നതിനാണ് ബന്ധം ഊർജിക്കുക എന്ന് പറഞ്ഞത്. ബന്ധം ഒരാള് മുന്നോട്ട് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അയാള് വല്ലതും ഇങ്ങോട്ട് കൊടുത്താൽ പകരം അങ്ങോട്ട് കൊടുക്കുക എന്നതല്ല. ഇങ്ങോട്ട് അയാൾ ക്ഷണിച്ചപ്പോ കല്യാണത്തിന് വന്നു, അങ്ങോട്ട് ക്ഷണിച്ചപ്പോ കല്യാണത്തിന് നമ്മളും പോയി. ഇങ്ങോട്ടൊരു ഹദിയ തന്നു, അങ്ങോട്ടൊരു ഹദിയ കൊടുത്തു. ഇങ്ങോട്ട് അയാൾ ചെറിയ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോ അങ്ങോട്ടും ഗിഫ്റ്റ് കൊടുത്തു. അതല്ല ശരിയായ ബന്ധം എന്ന് പറയുന്നത്. എന്തെങ്കിലും മുറിക്കുന്ന സംഗതികൾ ഉണ്ടായാൽ അത് ചേർക്കാൻ കഴിയുന്നവരാണ് ശരിയായ ബന്ധം
ബന്ധം പുലർത്തുന്നവർ, ഒരു വാക്ക് തർക്കമുണ്ടായി, ആ വിഷയത്തിൽ പിണക്കമുണ്ടായി, നിസ്സഹകരണമുണ്ടായി, ഒന്നുകിൽ നീ ഒന്ന് താഴ്ന്നു കൊടുത്ത് നിന്റെ ഭാഗത്ത് ഒരു ചെറിയ കുറവ് പറ്റി എന്ന രീതിയിൽ നീ ഒന്ന് മസ്ലഹത്തിന്റെ ചർച്ചയിലൂടെ, സാരമില്ല, അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരട്ടെ, നമ്മുടെ ബന്ധം ഇതുകൊണ്ട് മുറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചേർക്കണം. അവനാ നല്ല മനസ്സുള്ള ആള്. ഒന്ന് കുറഞ്ഞു കൊടുത്തു എഴുതിയിട്ട് ഒന്നും കുറയാനില്ല. നമുക്കാണ് അല്ലാഹു തആല എല്ലാവിധ സംവിധാനങ്ങളും ഐശ്വര്യങ്ങളും തരിക. എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുള്ള ഒന്നല്ലേ? എല്ലാ തരം ബന്ധങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ബന്ധം മുറിക്കുന്ന ആള് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞതിന് രണ്ട് താല്പര്യമുണ്ട്. സാധാരണ മുഅ്മിനീങ്ങൾ ഡയറക്റ്റ് ആയി പോകും പോലെ പോകാൻ കഴിയൂല എന്നാണ് ഒരർത്ഥം. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നരകം തൊട്ടിങ്ങോട്ട് വരേണ്ടി വരുന്നു, അത് സഹിക്കാൻ കഴിയൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ല, ഈ ബന്ധം മുറിക്കുന്നൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ബന്ധം മുറിച്ച് അതിനൊരു ഹലാലിന്റെ പരിവേഷം കണ്ടാൽ, അള്ളാഹു തആല നിഷിദ്ധമാക്കിയൊരു വിഷയം അയാൾ ഹലാലാക്കി കണ്ടപ്പോ ഇസ്ലാമെന്ന് തന്നെ അയാൾ തെന്നിമാറി കാലാകാലം അവിടെ കിടക്കേണ്ടി വരും. രണ്ടും വിഷയമാണ്. ആ ബന്ധം മുറിക്കുന്നതിനും കുഴപ്പമില്ല, എന്നോ മുറിക്കേണ്ടിയാണ്, നമ്മളായതുകൊണ്ട് കുറെ ഇങ്ങനെ ഒപ്പിച്ചു പോകുന്നതാണ് എന്ന ലെവലിൽ കണ്ടിട്ട് മൂപ്പരത് ഹലാലാക്കണം, മനസ്സിലാക്കി. അങ്ങനെ ഒരു ഹലാലിന്റെ പരിവേഷത്തിലേക്ക് എത്തിയെങ്കിൽ പിന്നെ ആള് മുർത്തദ്ദായി, ഇസ്ലാമെന്ന് പുറത്തുപോയി, നരകത്തിലായി. അപ്പൊ പിന്നെ കാലാകാലം സ്വർഗത്തിൽ കടക്കൂല എന്നാണ്, തീരെ കടക്കൂല എന്നായി. അല്ലെങ്കിൽ ശിക്ഷയുടെ കാലാവധി കഴിയാതെ കടക്കൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടും അസഹനീയമാണ്, രണ്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, സഹിക്കാൻ പറ്റാത്ത സംഗതിയാണ്. അപ്പൊ നരകത്തിൽ പോകുന്ന പാനീയം കുടിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കല്യാണങ്ങളിലും മറ്റുമൊക്കെ മദ്യം വിളമ്പി തുടങ്ങി പലയിടങ്ങളിലും. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടിന്റെ പേരിൽ പോലും ഒരിക്കലും കുടിക്കരുത്. മദ്യപാനം അത്രയും നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, തൗബ ചെയ്ത് നന്നാകാൻ ചാൻസ് ലഭിക്കാതെ പിരിഞ്ഞു പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യനില്ല കുറ്റത്തിന്റെ തലം അവിടെ ബാക്കിയുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് കുടിക്കാൻ കൊടുക്കുന്നത് നരകത്തിലുള്ള ആളുകളുടെ ചീഞ്ചലമാണ്. നരകത്തിലുള്ള ചീഞ്ചലം കുടിക്കാനൊക്കുമോ? ഒരിക്കലും കുടിക്കാനൊക്കുകയില്ല. അതിന്റെ സ്വഭാവം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യുസ്ഖാ മിൻ മാഇൻ സ്വദീദ്, ചീഞ്ചലം കുടിക്കാൻ നൽകപ്പെടും. യതജറഉഹു, ദാഹത്തിന്റെ ഊക്കുകൊണ്ട് മുറുക്കായി കുടിക്കാൻ നോക്കും. പക്ഷേ വലായകാദു യുസീഗുഹു, പൂർണ്ണമായി കുടിക്കാൻ അവർക്ക് കഴിയില്ല. വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തുകൂടെയും അവരുടെ ശരീരത്തിന് മരണം വരികയാണ്. ഒരു മുറുക്ക് കുടിക്കുമ്പോഴേക്ക് അവരുടെ കുടലും അവരുടെ ശരീരത്തിന്റെ തലച്ചോറും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും വേദന അനുഭവിച്ച് മരണത്തിന്റെ പ്രതീതി അനുഭവിക്കുകയാണ്. പൂർണ്ണമായും മരിക്കുന്നുണ്ടോ? വമാഹുവ ബിമയ്യിത്, അങ്ങനെ ഒരു പൂർണ്ണ മരണവുമില്ല. വേദന ഇങ്ങനെ തീ തുപ്പുന്ന വേദന അനുഭവിക്കുന്നു. ഒരൊറ്റ തുള്ളി ചീഞ്ചലം കുടിക്കുന്നതോടുകൂടെ അതാണെങ്കിലോ സുഗമമായി കുടിക്കാൻ കഴിയോ? ഇല്ല. അത്രയും ചൂടാണ്, അത്രയും വാസനയാണ്. ദുർഗന്ധം വമിക്കുന്ന ആ വെള്ളം കുടിക്കുന്ന ശൈലി എങ്ങനെയാണ്? ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. കഴിക്കാനുള്ള ഭക്ഷണം സുഖകരമല്ല, തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമാണ്, ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണമാണ്, സുഗമമായി കഴിക്കാൻ കഴിയാത്ത ഭക്ഷണമാണ്. അതിന്റെ പുറമെ കൊടുക്കുന്ന ചൂടുള്ള ചീഞ്ചലം. സഹോദരങ്ങളെ, രോഗം ബാധിച്ച ഒട്ടകങ്ങൾ വെള്ളം കുടിക്കും പോലെ അല്പാൽപമായി നാവിലേക്ക് നുണയാൻ നോക്കുന്നു. അപ്പോഴേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നരകത്തിൽ കഴിയുന്ന ആളുകൾ ഒരാളും സുഖത്തിലുള്ള ആളില്ല. എല്ലാവരും നരകത്തിന്റെ ഭയാനകത അനുഭവിക്കുന്ന ആളുകളാണ്. ആ നരകത്തിലെത്തുന്ന സമയത്ത് നരകത്തിൽ അവർ കാണുന്നു, നേതാക്കളെ കാണുന്നു. ദുനിയാവിൽ ആ നേതാക്കൾ പറഞ്ഞത് കേട്ടിട്ടാണ് പല അധർമ്മങ്ങളും ചെയ്തത്. അപ്പൊ പാവപ്പെട്ട ആളുകൾ നേതാക്കളോട് പറയും, വഖാലല്ലദീന സുളൈഫു ലില്ലദീന ഇസ്തക്ബറു ഇന്നാ കുന്നാ ലക്കും തബഅൻ ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ. ദുനിയാവിൽ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഞങ്ങൾ പലതും ചെയ്തത്. നരകത്തിന്റെ ശിക്ഷ അല്പമെങ്കിലും
ഒന്ന് മാറ്റിത്തരുമോ? നേതാക്കളോട് അനുയായികളായ ദുർബലർ ചോദിക്കുമ്പോ നേതാക്കളുടെ വാക്കെന്താണെന്നറിയോ? ഇന്നാ കുല്ലും ഫിഹാ, നമ്മളെല്ലാവരും നരകത്തിലാണല്ലോ, നമുക്കിത് സഹിക്കുകയല്ലാതെ മോചനമില്ല. ഇനി നമുക്കൊരു മാർഗമേ ഉള്ളൂ. നരകം കാക്കുന്ന കാവൽക്കാരോടൊന്ന് പറയാം. നരകം കാക്കുന്ന കാവൽക്കാരുടെ അടുത്തേക്ക് പോയിട്ട് അവർ പറയും, യുഖഫിഫ് അന്നാ യൗമം മിനൽ അദാബ്, ഒരു ദിവസത്തിൽ ഒരല്പനേരമെങ്കിലും നരകത്തിന്റെ ശിക്ഷയൊന്ന് ലഘുവാക്കി തരുമോ? നിങ്ങൾ റബ്ബിനോടൊന്ന് ദുആ ചെയ്യുമോ? നരകക്കാര് നരകം കാക്കുന്ന മലക്കുകളോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരല്പനേരത്തേക്ക് ശിക്ഷയൊന്ന് ചുരുക്കിത്തരാൻ വേണ്ടി പറയണം. അങ്ങനെ പറയുമ്പോ നരകം കാക്കുന്ന മലക്കുകൾ തിരിച്ചു ചോദിക്കുന്നത്, അലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, പറയേണ്ട വിഷയങ്ങൾ കേൾപ്പിക്കുന്ന രൂപത്തിൽ, കേൾക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്ന രൂപത്തിൽ ദൂതന്മാരും മുർസലുകളുടെ പിൻഗാമികൾ ഒക്കെ നിങ്ങൾക്ക് വന്നില്ലേ, പറഞ്ഞു തന്നില്ലേ? ഖാലൂ ബലാ. നരകക്കാര് പറയും, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അതൊക്കെ തള്ളി, അവഗണിച്ച് തള്ളി. സ്വീകരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സ്വീകരിച്ചില്ല, ഞങ്ങളത് തള്ളിക്കളഞ്ഞു, അതാ ഉണ്ടായത്. അപ്പൊ മലക്കള് പറയുന്ന ഫദഉ, നിങ്ങളങ്ങ് ദ്വാരുന്നോളി അള്ളാഹുവിനോട്, നിങ്ങൾ ദ്വാരുന്നോളി, നമുക്ക് ദ്വാരക്കാൻ പറ്റില്ല, നിങ്ങൾ ദ്വാരുന്നോളി. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, സത്യനിഷേധികളുടെ ആ ദുആ വൃഥാവിലല്ലാതെ അതിനൊരു കഴമ്പും കാര്യവും കിട്ടൂല. അവിടെ സഹായം കാര്യമായിട്ട് പാരത്രിക ലോകത്ത് കിട്ടുന്നത് മുർസലീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും മാത്രമാണ്. മലക്കളത് ഏറ്റു പറയുന്നുണ്ട്, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അഷ്ഹാദ്. പരലോകത്തും ദുന്യാവിലൊക്കെ നമ്മൾ സഹായിച്ചിരുന്നത് മുർസലീങ്ങളെയും മുഅ്മിനീങ്ങളെയുമാണ്. ഇവിടെ അവർക്ക് സഹായം കൊടുക്കും. നരകത്തിന്റെ ചൂട് ഒരു കാലത്തും ശമിക്കുന്ന ചൂടല്ല, ശിക്ഷ ഒരു കാലത്തും ഡിഗ്രി കുറയുന്ന ശിക്ഷയല്ല, അത്രയും കടുപ്പമുള്ളൊരു ശിക്ഷ സഹോദരങ്ങളെ ദുനിയാവിൽ ഒരു രാജാവും ഒരു നേതാവും ഒരുക്കാത്ത ശിക്ഷയാണ്. എത്ര വലിയ രാജാവ് ശിക്ഷാവലയം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. നമ്രൂദ് വലിയ ശിക്ഷാകുണ്ഡം ഒരുക്കിയ ആളല്ലേ, ഫിർഔൻ ഒരുക്കിയ ആളല്ലേ, പലരും ഒരുക്കിയിട്ടുണ്ട്. തീയിലെറിഞ്ഞ് ശിക്ഷിക്കുന്ന സംവിധാനം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അണഞ്ഞുപോയി, കെട്ടുപോയി, അസ്തമിച്ചുപോയി. നരകത്തിന്റെ തീജ്വാല അങ്ങനെയല്ല, അത് കെടാതെ ശമിക്കാതെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നരകത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്വഭാവവും നമുക്ക് വേണ്ട. ഞാനത് പരത്തി പറഞ്ഞതല്ല, നല്ലോണം ശ്രദ്ധിക്കണം. എല്ലാ മേഖലകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ഹദീസിൽ ഈ ഉമ്മത്തിൽ നിന്ന് 10 വിഭാഗത്തെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കൽപ്പിക്കപ്പെടും എന്നൊരു ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. പരത്തി പറയേണ്ടതാണ്, അതിനൊന്നും സമയമല്ല. ആ കൂട്ടത്തിൽ എണ്ണിയ ഒരു മെമ്പർ ആണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ. റമളാൻ ആകുമ്പോ നമ്മൾ ജോറാണ്, റെഡിയാ. നിസ്കാരം നമ്മളെ പെരടിയിൽ വല്ലതുണ്ടോ തീർത്തേക്കണം. കാര്യകാരണങ്ങൾ സഹിതമല്ലാത്ത രീതിയിൽ നഷ്ടപ്പെട്ടതാണെങ്കിൽ തൗബ ചെയ്തേക്കണം. അതെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും വളരെ കാര്യഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. താരിഖു സ്വലാത്തിന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കൽപ്പിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ നിന്ന് എണ്ണിയ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹതഭാഗ്യനാണവൻ. അത് പരിഹരിച്ചു പോകേണ്ട ദുന്യാവെന്നാണ്. അവിടെ എത്തിയിട്ട് പരിഹരിക്കാൻ കഴിയൂല, മരിച്ചു കഴിഞ്ഞിട്ടും പരിഹരിക്കാൻ കഴിയൂല. ഒരാൾ മരിച്ചു, നോമ്പുണ്ട്, ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ പരിഹരിക്കാൻ മാർഗമുണ്ട്. നിസ്കാരത്തിനോ ഹജ്ജിന് പരിഹരിക്കാൻ മാർഗമുണ്ട്, ചെയ്താ പോരെ. ഒരാളെ വിട്ടാ പോരെ സമ്പത്ത് എടുത്തിട്ട്. സക്കാത്തിനും പരിഹരിക്കാൻ മാർഗമുണ്ട്, നിസ്കാരത്തിനോ? നിസ്കാരം വേറെ ആൾ നിർവഹിച്ചാൽ അത് വിടൂല. അത് ഏത് രൂപത്തിൽ നിസ്കരിക്കാൻ കഴിയോ ആ രൂപത്തിലൊക്കെ നിർവഹിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അവസാന ഘട്ടത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച നിസ്കാരത്തിന്റെ ഹദീസ് എടുത്തു നോക്ക് നിങ്ങൾ. തങ്ങൾ ഇരുന്നിട്ട് ഇമാമായി നിസ്കരിക്കുന്നു, സ്വഹാബത്ത് നിന്നിട്ട് മഅ്മൂമുകളായി ജമാഅത്ത് നടക്കുന്നു. അവസാന ഘട്ടത്തിൽ തങ്ങളെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള ഘട്ടങ്ങളിൽ മദീന പള്ളിയിലേക്ക് 2 സ്വഹാബിമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് മന്ദം നടന്നു നീങ്ങി വരുമ്പോ ഒരു കൈയിന്റെ ഒരു കാലിന്റെ 2 തള്ളവരിൽ ഇങ്ങനെ വലിച്ചുകൊണ്ടാ വരുന്നത്. ഇടയ്ക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ സഹോദരിമാരോട്, നിങ്ങളെ ഭാഗത്തേക്ക് കവറ് നൽകുന്നുണ്ട്,
ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തന്നൂർ തങ്ങൾ പങ്കെടുക്കുന്ന സദസ്സാണ് നാളെ. പ്രത്യേക ദുആവും മറ്റുമൊക്കെ നടക്കും, ഉത്ബോധനങ്ങളൊക്കെ നടക്കുന്ന ആത്മീയ മജ്ലിസാണ്. കവർ സ്വീകരിച്ചുകൊണ്ട് നല്ല സംഭാവനയിട്ട് എല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതെന്താ? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ രചിച്ച അൽ ഹജ്ജ് പുസ്തകം നഗരിയിലുണ്ട്. ഹജ്ജിന്റെ സമയമാണല്ലോ, നമുക്കോ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഹജ്ജിന് പോകേണ്ടി അവർക്കൊരു ഹദിയ കൊടുക്കാലോ. ആവശ്യമുള്ള ആളുകളൊക്കെ അത് വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിസ്കാരം നിർവഹിച്ചത് നിൽക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ ഇരുന്നിട്ടാണ് തങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചത്. നിസ്കാരത്തിന്റെ വിഷയം നമ്മെ ഇത് പഠിപ്പിക്കുന്നത്. നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകളോട് തങ്ങൾ നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞിരുന്നു, പിന്നീട് നോറ്റ് വിട്ടിയാൽ മതി. പക്ഷെ നിസ്കാരം അങ്ങനല്ല, എങ്ങനെ കഴിയുന്നോ അങ്ങനെ നിർവഹിക്കണം. ഇത് ഞാൻ പറയുമ്പോ എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടില് പ്രായം ചെന്ന ആളുകൾ ഉണ്ടാകും. പ്രായം ചെന്ന ആളുകൾക്ക് അവർക്ക് നിൽക്കാൻ കഴിയൂല, ഇരിക്കാൻ കഴിയൂല, കിടക്കാൻ കഴിയും. ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിൽക്കാൻ കഴിയൂല, നിൽക്കാനുള്ള ശേഷിയില്ല. താങ്ങിയിട്ടാണെങ്കിലും നിൽക്കാൻ വലിയ പ്രയാസമാണ്. എന്നാ പിന്നെ അവർ കിടന്നിട്ടാണെങ്കിൽ കിടത്തിയിട്ട് അവരെ നിസ്കരിപ്പിക്കണം. ഉളു എടുത്തു കൊടുത്താൽ മതിയല്ലോ. അതിനാകെ ഒരു 5 മിനിറ്റിന്റെ പണിയേ വരുള്ളൂ ഉളു എടുത്തു കൊടുക്കാൻ. ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയിട്ട് മറക്കേണ്ട രൂപത്തിൽ ശരീരം മൊത്തം ഒന്ന് മറച്ച് ഖിബിലയിലേക്കൊന്ന് ചെരിഞ്ഞു കടന്നിട്ടോ അല്ലെങ്കിൽ മലർന്ന് കടന്നിട്ടോ നിസ്കരിക്കാൻ പറയാം. ആകും പോലെ നിസ്കരിക്കാൻ പറയാം. എന്നാ പടച്ചവനോട് പറയാലോ, ആകും പോലെ നിസ്കരിച്ചിട്ടുണ്ട്, അപ്പൊ അത്രേ കഴിഞ്ഞുള്ളൂ, അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. നിൽക്കാൻ കഴിയാത്ത ആളാണ്, അസഹ്യമായ വേദനയാണ്. ചാരി നിൽക്കാനും കഴിയൂല, താങ്ങി നിൽക്കാനും കഴിയില്ല, പിടിച്ചു നിൽക്കാനും കഴിയൂല, ഒരു നിലക്കും നിൽക്കാൻ കഴിയില്ല, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഇരുന്ന് നിസ്കരിച്ചോട്ടെ. നിൽക്കാൻ കഴിയാത്ത ആള് ഓൾറെഡി പോയിട്ട് ഇരിക്കരുത്. ചാരി നിൽക്കാൻ കഴിയുകയാണെങ്കിൽ ചാരി നിൽക്കണം, താങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ താങ്ങി നിൽക്കണം. അപ്പൊ താങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു വടിയൊക്കെ അല്ലേ? ആ വടി വാങ്ങിയാൽ മതി. ഈ കസേര എങ്ങനെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വടിയില്ലേ, അങ്ങനെ കൊളുത്തുന്ന ഉണ്ടല്ലോ, വടി വാങ്ങിയാൽ മതിയല്ലോ. എന്താ അതിന് ബുദ്ധിമുട്ട്? ആ വടി കഴിഞ്ഞിട്ട് അവിടെ വെച്ചാൽ മതിയല്ലോ. ഈ കസേരക്കാർ നല്ലൊരു പള്ളിയിൽ ആ വടി വെക്കാന്നല്ലേ. എന്നാ കുറെ ആൾക്കാർക്ക് ഖിയാമ് കിട്ടുമെന്ന് എനിക്ക് തോന്നണേ. ഇത് കൊല്ലം കസേര ഇങ്ങനെ എണ്ണ കൂടി വരിക. നിൽക്കാൻ നേർക്ക് കഴിയില്ലെങ്കിൽ അപ്പുറത്ത് ഒരു തൂണുണ്ട്, സൊഫിന്റെ റെഡി ആയിട്ടുണ്ട് ഒരു തൂണ്, അല്ലെങ്കിൽ ഒരു ചുമരുണ്ട് മറ്റേ ഭാഗത്ത്. അവിടെ അങ്ങനെ ചാരി മൂപ്പർക്ക് നിൽക്കാൻ കഴിയും. ഒന്ന് താങ്ങ് കൊടുത്താല് അങ്ങനെ നോട്ടെ, അങ്ങനെ നിസ്കരിച്ചോട്ടെ. അങ്ങനെ നിൽക്കാൻ കഴിയൂല, അങ്ങനെ ചാരിയിട്ട് നിൽക്കാൻ കഴിയും, നോട്ടെ. അല്ലെ 2 മക്കളെ കൂട്ട നിസ്കരിക്കാൻ, ആ 2 മക്കളും ഓരോ ഭാഗത്തും ഇങ്ങനെ പിടിച്ചിട്ട് അല്ലെ ബാക്കിൽ ഇങ്ങനെ ഒന്ന് തൊട്ട് ഒന്നിങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നിങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റുന്ന രീതിയിൽ താങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ താങ്ങി അങ്ങനെ നിൽക്കണം. അങ്ങനെ ഒന്നും നിൽക്കാൻ കഴിയാത്ത ആളാണ് ഇരുന്ന് നിസ്കരിക്കേണ്ടത്. ഇത് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് കസേരയുടെ വലിച്ചിട്ട് ഒറ്റ ഇരുത്താം. അങ്ങനല്ല, ഈ നിന്ന് നിസ്കരിക്കുന്ന ആള് തന്നെ സഹോദരങ്ങളെ റുക്കൂഉം സുജൂദും അവർക്ക് ചെയ്യാൻ കഴിയും. എങ്ങനെ? സാധാരണ രൂപത്തിലല്ലാതെ ചെയ്യാൻ കഴിയും എങ്കിൽ ആ രൂപത്തിൽ റുക്കൂഉം സുജൂദും ചെയ്യണം. റുക്കൂ ഈ രൂപത്തിൽ തന്നെ ചെയ്യാം. സുജൂദിലേക്ക് അവർ സാധാരണ ഇരുത്തം ഇരുന്നാൻ കഴിയൂല. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇരുത്തല്ലേ, ചമ്രം പഠിച്ചിട്ടുള്ള ഇരുത്തൽ, ആ ഇരുത്തിരുന്നാ സുജൂദ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരുന്നിട്ട് സുജൂദിലേക്ക് പോകണം. പിന്നെ പതുക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു താങ്ങ് വെച്ച് അവർ പതുക്കെ എഴുന്നേൽക്കണം. ഇത് ചെറിയ ഒരു കാലിന്റെ വിരലിന് ചെറിയൊരു പരിക്കുണ്ട് എന്ന് പറഞ്ഞ് സുജൂദ് നേരെ സ്റ്റൂളിന്റെ മേലക്ക. ആ കാല് ആ വിരല് മാത്രം ഒന്ന് തൊടാതെ ബാക്കി വിരല് തൊട്ടിട്ടാണ് സുജൂദ് ചെയ്തൂടെ? ചെയ്യാലോ. കാല് മടക്കാൻ ഒരു നിലക്കും നിർവാഹമില്ലാത്ത ഒരാള്, അയാൾക്ക് വേണ്ടി പടക്കപ്പെട്ട രീതിയിലാണ് ഈ കസേര. കാല് മടങ്ങൂല, കമ്പിട്ടും റെഡിയൊക്കെയാണ്, കമ്പി എടുക്കാനും പറ്റൂല. അങ്ങനെ പോവുകയാണെങ്കിൽ സഹിക്കാനും പറ്റൂല, ടിം 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 എന്ന് പൊട്ടി പോകും ഓരോ ഭാഗവും. ആ പരുവത്തിനും രൂപത്തിലൊക്കെ ഉള്ള ഒരാള്, അയാൾക്ക് വേണമെങ്കിൽ ആ കസേര ഇരിക്കാം. ഇതാരൊക്കെയാണ് കസേരയിൽ ഇരിക്കണത്? ആരൊക്കെയാണ് നിസ്കരിക്കണത്? നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരം ഒരു ചെറിയ സംഗതിയല്ല. വഇന്നഹാ ലകബീറ, നിസ്കാരം ഒരു വലിയ സംഗതിയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തിപൂർവ്വം നിർവഹിക്കുന്നവർക്കൊഴികെ അല്ലാത്തവർക്കൊക്കെ നിസ്കാരം വലിയൊരു സംഗതി തന്നെയാണ്. അത് ഒഴിവാക്കരുത്. ഞാൻ ആ കൂട്ടത്തിലൊന്ന് പറഞ്ഞതാണ്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നടക്കും, നിസ്കാരം മാത്രം നടക്കൂല. ഗുളിക കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പേപ്പർ വായിക്കുന്നുണ്ട്, വാർത്തയും വർത്തമാനങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇല്ലാത്തൊരു സംഗതി എന്തേ ഉള്ളൂ? നിസ്കാരം. നിസ്കരിപ്പിക്കണം. വയസ്സായ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പാകം പോലെ നിസ്കരിപ്പിക്കണം.
എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നിസ്കരിക്കണം. അതിന് മക്കൾ ഖാദിമീങ്ങളായിട്ട് ഓരോരുത്തർ മാറി മാറി നിന്നു കൊടുക്കണം. എല്ലാ ദിവസവും ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. അയക്കുമ്പോട്ടെ ജോലിക്ക് ഒരാൾ ഓരോ ടൈമിൽ മാറി മാറി നിൽക്കണം. അതിനല്ലേ ഈ മക്കളും പേരക്കുട്ടികളും എന്ന് പറഞ്ഞത്. അവർ നിന്ന് സഹായിക്കണം. ദുഹറിന് ഒരാൾ നിൽക്കുകയാണെങ്കിൽ അസറിന് വേറെ ആളായിക്കോട്ടെ, മഗ്രിബിന് വേറെ ആൾക്ക്, ഇശാനും മറ്റൊക്കെ പിന്നെ പലർക്കും വന്ന് നിൽക്കാൻ സൗകര്യം ഉണ്ടാകുമല്ലോ. ആണും പെണ്ണിനും നിൽക്കാലോ. സ്കരിപ്പിക്കണം. മറ്റേത് നമ്മൾ ഉമ്മാനെ നോക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു നോട്ടം കൂടി കൂടെ വേണം. അപ്പോഴേ ആ ഖിദ്മത്ത് പൂർത്തിയാകുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈ നരകത്തിലേക്കൊന്നും പ്രവേശിക്കാതെ ബഹുദൂരം മാറി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ പറ്റിയാണ് അല്ലാഹു തആല സൂറത്തുൽ ലൈലിന്റെ അവസാനം പറയുന്നത്. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്കാ. വസയുജന്നബുഹാ, ആ നരകത്തിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കും. അൽ അത്ഖാ, വിശുദ്ധനായി ജീവിക്കുന്ന ആള്, വളരെ സൂക്ഷ്മതയിലായി ജീവിക്കുന്ന ആള്. കുഫർ വന്ന് ചേരരുത്, ദോഷങ്ങൾ വന്ന് ചേരരുത്. കുഫറിന്റെയും അനാവശ്യങ്ങളുടെയും പരിസരത്തൂടെ പോലും ആള് പോകൂല. ആ രീതിയിൽ സൂക്ഷ്മ ജീവിതം നയിക്കുന്ന ആള് നരകത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. എന്താണ് അയാൾക്ക് കാണാൻ പറ്റുന്നൊരു സ്വഭാവം? അല്ലദീ യുഅ്തി മാലഹു യതസക്കാ, സമ്പത്ത് അയാള് ദാനം ചെയ്യും. യതസക്കാ, അള്ളാഹുവിന്റെ ഭാഗത്ത് വർധനവ് പ്രതീക്ഷിച്ചുകൊണ്ട്. പടച്ച റബ്ബിന്റെ അടുത്ത് ഈ സ്വത്ത് എങ്ങനെ വർദ്ധിക്കണം, ഞാൻ ഈ കൊടുക്കുന്ന ഖിദ്മത്ത് വർദ്ധിക്കണം. എന്റെ കുടുംബത്തിന് കൊടുക്കുന്ന ചെലവാണെങ്കിലും, കൂട്ടുകാരന് കൊടുക്കുന്നതാണെങ്കിലും, അയൽവാസിക്ക് കൊടുക്കുന്നതാണെങ്കിലും, ദീനിന്റെ ഖിദ്മത്തിന് കൊടുക്കുന്നതാണെങ്കിലും, സംഘടനാ പ്രവർത്തനത്തിന് കൊടുക്കുന്നതാണെങ്കിലും, യുഅ്തി മാലഹു യതസക്കാ, അള്ളാഹുവിന്റെ അടുക്കൽ വർധനവ് ഉദ്ദേശിച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കുന്ന ആളാണ്. ബാഹ്യതലത്തിൽ ഒരു അടയാളം അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, ഏറ്റവും മുഖ്യമായി പറഞ്ഞത് അൽ അത്ഖാ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ആളാണ്. ശരീരത്തിന്റെ ബാഹ്യതലത്തിലും വൃത്തിയുണ്ട്, ആന്തരിക തലത്തിലും തഖ്വയുണ്ട്, രഹസ്യ ജീവിതത്തിലും തഖ്വയുണ്ട്, പരസ്യ ജീവിതത്തിലും തഖ്വയുണ്ട്. എല്ലാ തലങ്ങളിലും മുത്തഖിയായി ജീവിക്കുന്ന മനുഷ്യൻ നരകത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. മുത്തഖീങ്ങൾ പോകുന്ന കേന്ദ്രം അത് സ്വർഗലോകമാണ്. സ്വർഗം തയ്യാറാക്കപ്പെട്ടത് പറഞ്ഞിടത്തൊക്കെ അള്ളാഹു പറഞ്ഞത് ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ലിൽ മുത്തഖീന, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്കാണ്. അവർക്കാണല്ലോ സ്വർഗം അള്ളാഹു സജ്ജമാക്കിയിരിക്കുന്നത്. ആ മുത്തഖീങ്ങളിൽ അള്ളാഹു തആല നമ്മളെ പെടുത്തി തെരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ആയത്തിറങ്ങിയത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. അഥവാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് കഠിനമായും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മർദ്ദിക്കുമ്പോഴും പീഡനങ്ങൾ നടത്തുമ്പോഴും അത് സഹിക്കാൻ കഴിയാതെ ആ വഴിയിലൂടെ നടന്നു പോകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളെ കരച്ചിൽ കേൾക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഹദ് അഹദ് അല്ലാഹു അഹദ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു കല്ല് കയറ്റി വെച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ ചൂടൊന്ന് ആലോചിച്ചു നോക്കണം. ചുട്ടുപൊള്ളുന്ന നേരത്താണ് ഈ ചുടുകല്ല് കയറ്റി വെച്ചിരിക്കുന്നത്. വിവസ്ത്രനാക്കി ബിലാൽ റളിയല്ലാഹു അൻഹു കിടത്തിയിരിക്കുന്നു. നിരവധി രൂപഭാവങ്ങളിൽ മർദ്ദിക്കുന്നു, പീഡിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അഹദ് അഹദ് എന്ന രോദനം കേൾക്കുന്ന തങ്ങൾ പറയുന്നു, അഹദുൻ യുൻജീക യാ ബിലാൽ, ഏകനായ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും ബിലാലേ, വിഷമിക്കേണ്ടതില്ല. ഈ രംഗം കണ്ട് നേരെ മുന്നോട്ട് പോകുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കറേ, ഇന്ന ബിലാലൻ യുഅദ്ദബു ഫില്ലാഹ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഉമയ്യത്തായ യജമാനനായ
ഉമയ്യത്തിന് ജോലി എന്തെങ്കിലും മുടക്കിയതിന്റെ പേരിലാണോ ശിക്ഷ? അല്ല. അവധിയെടുത്തതിന്റെ പേരിലാണോ? അല്ല. കളവ് നടത്തിയതിന്റെ പേരിലാണോ? അല്ല. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണമാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് ആ രൂപത്തിൽ പീഡിപ്പിക്കുന്നത്. അത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ വീട്ടിൽ പോയി. മഹാനവർകൾ കുറച്ച് സ്വർണം എടുത്തു, ഉമയ്യത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉമയ്യത്തെ അതബിഉനി ബിലാലാ, ബിലാലിനെ എനിക്ക് വിൽക്കുമോ? എത്ര വില വേണമെങ്കിലും തരാം. ബിലാൽ കിടക്കുന്ന കിടത്തം കാണാൻ കഴിയുന്നില്ല. ബിലാലിന്റെ അഹദ് അഹദ് എന്ന വചനം അത് കേൾക്കാൻ കഴിയുന്നില്ല. ഇത്രമാത്രം വലിയ ക്രൂരത നീ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടില്ല. ബിലാലിനെ എനിക്ക് വിൽക്കുമോ? അതേ, വിൽക്കാം. വില പറഞ്ഞപ്പോൾ കൃത്യമായി വില കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയിട്ടങ്ങ് മോചിപ്പിച്ചു. മോചിപ്പിച്ചപ്പോൾ മുശ്രിക്കുകൾ അതിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കി, അബൂബക്കറിൻ ഇല്ലാ ലിയദിൻ കാനത് ലഹു ഇൻദഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് എന്തോ ഒരു ഉപകാരം സിദ്ദീഖ് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടാനുണ്ട്, അതിന്റെ പേരിലാണ് ഈ മോചനം എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, അങ്ങനെ പറയരുത്. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. ഏതൊരു അനുഗ്രഹത്തിന് ആര് നന്ദി ചെയ്യുന്നുണ്ടോ, റബ്ബിന്റെ അടുക്കൽ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല. ഇല്ലാ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അല്ലാഹുവിന്റെ മാർഗവും പൊരുത്തവും ഉദ്ദേശിച്ചാലല്ലാതെ ഒന്നിനും ഒരു പ്രതിഫലം ഉദ്ദേശിക്കേണ്ടതില്ല. എന്ത് നിഅമത്തിന് ആര് ശുക്ർ ചെയ്താലും അല്ലാഹുവിന്റെ അടുക്കൽ അതിന് ജസാ വേണോ, ദുനിയാവിൽ വേണോ ആഖിറത്തിൽ വേണോ, അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം മാത്രമാകണം, വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കണം. അപ്പോഴാണല്ലോ ആ ആയത്തിറങ്ങിയത്. ശേഷം അല്ലാഹു തആല പറഞ്ഞത് കണ്ടില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി, വലസൗഫ യർലാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ തീർച്ചയായും സത്യം ചെയ്ത് അല്ലാഹു പറഞ്ഞു, വലസൗഫ യർലാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ചെയ്ത കാര്യത്തിന് അല്ലാഹുവിന്റെ തൃപ്തി അനുസരിച്ചുള്ളത് സിദ്ദീഖ് തങ്ങൾ വാങ്ങും. എവിടെ വാങ്ങും? സ്വർഗത്തിൽ വാങ്ങും. സ്വർഗലോകത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകും. സിദ്ദീഖ് തങ്ങൾ എന്താണോ തൃപ്തിപ്പെട്ടത്, ആ തൃപ്തിപ്പെട്ട രൂപം അല്ലാഹു തആല നൽകും. കാരണം ഈ കാര്യം ചെയ്തത് ജനങ്ങൾ പ്രശംസിക്കാനല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ചെയ്തു കൊടുക്കാനല്ല, നേരത്തെ ചെയ്തതിന്റെ പ്രത്യുപകാരമായിട്ടല്ല, അല്ലാഹുവിന്റെ പൊരുത്തം ഒന്നു മാത്രം പ്രതീക്ഷിച്ചിട്ടാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തൃപ്തിപ്പെടുന്നത് എന്താണോ അല്ലാഹു തആല അത് നൽകും. അതാണ് ആയത്തിൻ സൂറത്തിന്റെ അവസാനം, വലസൗഫ യർലാ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങൾക്ക് എന്താണോ തൃപ്തിയാകുന്നത് അത് അല്ലാഹു തആല അങ്ങ് കൊടുക്കും. പടച്ച റബ്ബിന്റെ തൃപ്തിയാണ് ഏത് വിഷയത്തിലും നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന വിഷയം നമുക്ക് തരും, ദുനിയാവിലും തരും ആഖിറത്തിലും തരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു മോചനം നടത്തിയപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റഹിമല്ലാഹു അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, സവ്വജനി ഇബ്നതഹു, തന്റെ മകളെ സിദ്ദീഖ് തങ്ങളെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തന്നു. വഹമലനി ഇലാ ദാരിൽ ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്നെ ചുമന്ന് എനിക്ക് സഹായങ്ങളൊക്കെ ചെയ്ത് എന്റെ കൂടെ നിന്ന് മദീനയിലേക്ക് എന്നെ എത്തിച്ചു. മാത്രമല്ല വഅതഖ ബിലാലം മിൻ മാലിഹി, സ്വന്തം സമ്പത്തെടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു. അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അല്ലാഹു തആല അത് തീർച്ചപ്പെടുത്തി പറഞ്ഞു. നോക്ക് നിങ്ങൾ,
മുശിരിക്കുകൾ എന്തോ ഒരു കാര്യം സിദ്ദീഖ് തങ്ങൾക്ക് ഉണ്ടായിട്ടാണ്, കിട്ടാണ്ടായിട്ടാണ്, അല്ലെങ്കിൽ നേരത്തെ കിട്ടിയിട്ടാണ് ഈ പണി ചെയ്തതെന്ന് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹു തആല മറുപടി പറഞ്ഞു, അല്ലട്ടോ, ഒരിക്കലും അങ്ങനെ പറയരുത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ധർമ്മത്തെ പറ്റി അങ്ങനെ പറയരുത്. ആര് എന്ത് നിഅമത്തിന് ശുക്ർ ചെയ്താലും അള്ളാഹുവിന്റെ മാർഗം പ്രതീക്ഷിച്ചാലേ അത് കിട്ടൂ. ഇതങ്ങനെയാണ്. വലസൗഫ യർളാ, സത്യം ചെയ്ത് പറയട്ടെ, ഈ ചെയ്തതിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്നത് എന്താണോ സ്വർഗത്തിൽ അത് കൊടുക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞില്ലേ, സിദ്ദീഖ് തങ്ങളെ, സ്വർഗത്തിൽ നിന്ന് ഒരാൾക്ക് വിളിയാളം വന്നാൽ മലക്കുകൾ അയാളോട് പറയും, സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന മലക്കുകൾ പറയും, ദാ ഇതാണ് ഖൈറ്, ഈ കവാടത്തിലൂടെ കടന്നോളൂ, ഇതിലൂടെ കടന്നോളൂ. ഓരോ കവാടത്തിൽ നിൽക്കുന്ന മലക്കുകൾ പറയും, സ്വർഗത്തിലേക്ക് ഒരാളെ ഏതെങ്കിലും നന്മയുടെ പേരിൽ അല്ലാഹു തആല വിധി എഴുതിയിട്ട് ഒരാളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ വിധി ചെയ്ത ഈ രൂപത്തിൽ വിളിക്കുകയാണെങ്കിൽ ഓരോ കവാടത്തിന്റെ ഭാഗത്തുനിന്നും മലക്കുകൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കും എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, എല്ലാ കവാടത്തുനിന്നും ഒരാളെ വിളിക്കപ്പെടുമോ? എല്ലാ കവാടത്തുനിന്നും ഒരാളെ, സ്വർഗത്തിലേക്ക് എത്ര കവാടമുണ്ട്, എല്ലാ കവാടത്തുനിന്നും കൂടി ഒരാളെ വിളിക്കപ്പെടുമോ? വിളിക്കപ്പെടും സിദ്ദീഖ്. വാർജു അൻ തകൂന മിൻഹും, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലെ എല്ലാ ബാബുകളിൽ നിന്നും നിങ്ങളെ വിളിക്കപ്പെടും. നിങ്ങളെ പേര് മലക്കുകൾ വിളിച്ചു പറയും, ഏത് ബാബിലൂടെയും കടക്കാൻ വേണ്ടി. കവാടം തുറക്കപ്പെടുന്നവരൊക്കെ എല്ലാ ബാബിലൂടെയും വിളിച്ചോളന്നില്ല. കവാടം തുറക്കപ്പെടുന്നു പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കിട്ടുന്ന അതിന്റെ അർത്ഥം. എല്ലാ കവാടത്തുനിന്നും വിളിയാളം വരുന്നത് സ്വീകാര്യതയുടെ അത്രയും വലിയ അടയാളമാണ്. നിങ്ങൾക്കത് ലഭിക്കും, നിങ്ങളൊരു സാധാരണ ആളല്ല എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന സമ്പത്ത് അത് വെറുതെയാകൂല. ദീനിന്റെ മാർഗത്തിൽ അത് വളരും, അള്ളാഹുവിന്റെ അടുക്കൽ അത് വികസിക്കും. ഓരോ സമയത്തും അല്ലാഹു തആല അതിനെ വളർത്തിക്കൊണ്ടിരിക്കും. ഖുർആനിൽ അല്ലാഹു നൽകിയ വഅദയാണത്. യംഹഖുല്ലാഹു റിബ വയുർബിസ് സ്വദഖാത്ത്. യുർബിസ് സ്വദഖാത്ത്, ദാനധർമ്മങ്ങൾ അല്ലാഹു തആല വളർത്തും. എത്രയാണ് വളർത്തേണ്ടത്? ഇഖ്ലാസിന്റെ കണക്കനുസരിച്ച് അല്ലാഹു തആല വളർത്തും. അതിന് അല്ലാഹു ഉദാഹരണം പറഞ്ഞല്ലോ. 700 ധാന്യങ്ങളുള്ള ഒരു കോമ്പല പോലെ അല്ലാഹു തആല അതിന് ഉദാഹരണം പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാളൊരു സമ്പത്ത് ചെലവഴിച്ചാൽ അല്ലാഹു തആല അതിനെ വികസിപ്പിച്ച് 700 ധാന്യങ്ങൾ ഒന്നിന്റെ പുറത്ത് 700 എണ്ണം ഉണ്ടായാൽ എങ്ങനെയുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു നിർത്തിയില്ല. വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു വീണ്ടും വർധനവ് നൽകും. ആർക്കാണത്? അത് ഇഖ്ലാസിന്റെ മാറ്റുള്ളവർക്കാണ്. അവർക്ക് 700-ലൊന്നും ഒതുങ്ങൂല. ഒന്നിന് പറഞ്ഞ കൂലിയാണ് 700 ഒരു സ്വതക്കക്ക്. പക്ഷെ 700-ൽ കൃത്യമാണോ? അല്ല. പിന്നെയും അത് വർധനവുണ്ടായി പോകും. ഇഖ്ലാസിന്റെ തോതനുസരിച്ച്, പ്രാരാബ്ദത്തിന്റെ കട്ടിയനുസരിച്ച്, അതിനാ കൊടുക്കുന്നതിന്റെ മികവനുസരിച്ച്, രൂപഭാവങ്ങൾക്കനുസരിച്ച് വർധന അല്ലാഹു തആല നൽകും. എന്ത് ചെറുത് വലുത് കൊടുക്കുകയാണെങ്കിലും വലിയ പുണ്യം ലഭിക്കുന്ന മാസമാണല്ലോ വിശുദ്ധ റമളാൻ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇഖ്ലാസ് മുഖ്യമാണ്. ഇഖ്ലാസിനാണ് അല്ലാഹുവിന്റെ റിള, അല്ലാഹുവിന്റെ തൃപ്തി അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് ആ രൂപത്തിൽ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വരണം എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ദുആർന്ന് തങ്ങളാപ്പ് തീർക്കൂലേ അവസാനിപ്പിക്കും. നാളെ മുത്തന്നൂർ തങ്ങൾ ബാപ്പ വന്ന് നമ്മുടെ സദസ്സ് സമാപിക്കും. നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവർക്കും ജോലിക്ക് പോകേണ്ട ഒരു മറ്റൊക്കെ തന്നെയല്ലേ. നിങ്ങളെ ഇരുത്തം കണ്ടാൽ സുബഹി വരെ വളരാൻ പോകും. ഇവിടെ പ്രത്യേകിച്ച് ആളുകൾ പറയും, കോഴിക്കോട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നമല്ല, അവർക്ക് രാത്രി പകലും, പകല് രാവായിട്ട് കുറച്ച് വിശ്രമേ ഉണ്ടാവുള്ളൂ, ആകെ കുറച്ച് മണിക്കൂർ, രാത്രി എത്രയോ ഇരിക്കും. അല്ലാഹു തആല രാത്രി ഹയാത്താക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ 3 രാവും നമ്മളിവിടെ ഹയാത്താക്കിയത് നല്ല മാർഗത്തിലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അടുത്തേക്ക് വരും. കുറേ ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്, സൂക്കേടായി കിടക്കുന്ന പലരുണ്ട്. നമ്മുടെ പരിപാടിക്ക് ആവേശകരമായിട്ട് നല്ല റാഹത്തോടെ എല്ലാ നിലക്കും ഓടി നടക്കുന്ന പ്രവർത്തകന്മാര് പലപ്പോഴും ഇതിന് വരാൻ സാധിക്കാതെ ഹോസ്പിറ്റലിലെ കേസും മറ്റുമൊക്കെ ആയിട്ട് നീങ്ങുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും മോചനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ദ്വാരക്കണം. റഹ്മത്തിന്റെ 10 അവസാനിക്കുന്ന രാത്രിയാണ്. നാളെ പുതുരാത്രി തുടങ്ങുകയാണ്. നാളത്തെ ഒരു പകലാണ് ഇനി ബാക്കിയുള്ളത്.
അള്ളാഹു റഹ്മത്ത് ദുനിയാവിലും ആഖിറത്തിലും കണക്കാക്കിയ ആളുകളിൽ, എഴുതി വെച്ച ആളുകളിൽ, ഫസഅക്തുബുഹാലില്ലദീന യത്തഖൂൻ, എൻ്റെ റഹ്മത്ത് മുത്തഖീങ്ങൾക്ക് മാത്രം ഞാൻ കണക്കാക്കി കൊടുക്കും. അത് പാർത്തിക ലോകത്തേക്കുള്ളതാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സംഗതികളും അള്ളാഹു വിജയകരമാക്കി തരുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു എളുപ്പം നൽകുമാറാകട്ടെ.